നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. വൈശാഖ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രം ടർബോ ഫൈറ്റ് സീൻ എടുത്തത് കേവലം 3 ക്യാമറ കൊണ്ടാണ്. 9 ക്യാമറ കൊണ്ട് ധ്യാനം ഷൂട്ട് ചെയ്ത നമ്മുടെ മാസ് അല്ല കൊലമാസാണ് എന്നാണ് ഇന്നൊരു പ്രമുഖൻ എനിക്ക് സന്ദേശം അയച്ചത്. തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ 400 സീറ്റ് ക്ലബിൽ ഇടം പിടിക്കാൻ ഈ ഗിമ്മിക്കുകൾ കൊണ്ടാകുമോ എന്നാണ് ഇപ്പോൾ സർവേ ഫലങ്ങൾ കൂടി വരുമ്പോൾ വരുന്ന ചോദ്യം. വോട്ടെടുപ്പ് അവസാന ഘട്ടവും പൂർത്തിയാക്കി ജനവിധി അറിയാൻ രാജ്യം കാത്തിരിക്കുന്നു. കാഷായമണിഞ്ഞ് കന്യാകുമാരിയിൽ ധ്യാനം പൂർത്തിയാക്കി കാശിക്ക് വെള്ളയുടുത്ത് പറന്ന പ്രധാനമന്ത്രിക്ക് മൂന്നാമതൊരു വട്ടം കൂടി ചെങ്കോൽ കിട്ടുമോ എന്നറിയാൻ ഇനി 2 പകൽ കൂടി കഴിയണം. BJP സർക്കാർ തുടരുമോ അതോ ചരിത്രത്തിന് വഴിമാറി പുതിയ കാലഘട്ടത്തിൻ്റെ ഉദയമാകുമോ ജൂൺ 4-ൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം? പ്രചരണ കാലത്തിലൂടെ ഒരു തിരിഞ്ഞുനോട്ടം നടത്തിയാൽ എന്തൊക്കെയാകും പ്രധാന പാർട്ടികൾക്കും നിരീക്ഷകർക്കും പറയാനുണ്ടാകുക? രാജ്യത്തിൻ്റെ വിധിക്കൊപ്പം കേരളത്തിൻ്റെ ചിത്രം കൂടി ഒന്ന് പരിശോധിക്കുകയാണ് ന്യൂസ് ആൻഡ് വ്യൂസ്. തുടർച്ചയോ മാറ്റമോ? ജനവിധി എന്താകും? ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: CPIM നേതാവ് ഡോക്ടർ A. സമ്പത്ത്, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് അനിൽ ബോസ്, BJP വക്താവ് പ്രിന്റു മഹാദേവ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ് എന്നിവർ. അതിഥികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് ന്യൂസ് എഡിറ്റർ K. രാജേന്ദ്രനുണ്ട്. രാജേന്ദ്രൻ, ഈ സർവേ ഫലങ്ങളൊക്കെ ഇപ്പോൾ ഏതാണ്ട് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കടക്കുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എക്സിറ്റ് പോളിനെ പോലും വഞ്ചിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യയിലെ ജനങ്ങൾ മാറിയിട്ടുണ്ട് എന്നൊരു സത്യം കൂടി CSDSൻ്റെ ഒരു പഠനത്തിൽ ഉണ്ട്. രാജേന്ദ്രനത് അറിയാവുന്ന ആളാണ്. ഇപ്പോൾ എന്താണ് ഏറ്റവും ഒടുവിൽ ഒരു ചിത്രം നമ്മൾ നോക്കുമ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ? ഈ 5 എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പൂർണ്ണമായും വന്നിട്ടുള്ളത്. മറ്റു പല ഫലങ്ങളും തന്നെ ഇപ്പോഴും അവർ ഘട്ടങ്ങളായി ഇങ്ങനെ പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 5 ഫലങ്ങളും BJP വൻ വിജയം നേടും, NDA വൻ വിജയം നേടും, മോദി മൂന്നാമതും പ്രധാനമന്ത്രിയാവും എന്ന രീതിയിലുള്ള പ്രവചനങ്ങളാണ് നടത്തുന്നത്. 2009 353 സീറ്റാണ് NDAക്ക് ലഭിച്ചിരുന്നത്. BJPക്ക് 303 സീറ്റുകൾ ലഭിച്ചു. ഈ 353 സീറ്റുകളേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി NDA വൻ വിജയം നേടുമെന്നാണ് പ്രവചനം. അത് റിപ്പബ്ലിക് TV, ന്യൂസ് എക്സ്, ജൻ കി ബാത്ത്, NDTV, ദൈനിക് ഭാസ്കർ, ഈ 5 മാധ്യമ സ്ഥാപനങ്ങളാണ് ഈ രീതിയിലുള്ള പ്രവചനം നടത്തിയത്. ടൈംസ് നൗ, അതുപോലെ ഇന്ത്യ ടുഡേ, അവരുടെ എല്ലാം പ്രവചനങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം തന്നെ പക്ഷേ വ്യക്തമായൊരു മേൽക്കൈ ഇവർക്ക് NDAക്ക് പ്രവചിക്കുന്നുണ്ട്. ശ്രദ്ധേയമായൊരു വസ്തുത എന്തെന്നാൽ ഇതിനകത്ത് ഏറ്റവും നിർണായകമായ 2-3 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്: ഒന്ന്, BJPയുടെ സ്വാധീനം തെക്കേ ഇന്ത്യയിലേക്ക് കൂടി വ്യാപിക്കുന്നു. അതുപോലെ BJPക്ക് തിരിച്ചടിയാവുമെന്ന് കരുതിയ ചില സംസ്ഥാനങ്ങളുണ്ട്. കർണാടക, മഹാരാഷ്ട്ര, ബീഹാർ, ഇത്തരം സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ BJP വലിയ രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കുന്നു. അവിടെ ഒരു കരുതിയതുപോലുള്ള തിരിച്ചടി ഉണ്ടാകുന്നില്ല. BJPക്ക് വ്യക്തമായ മേൽക്കൈയുണ്ട്. അതുപോലെ ഒറീസ, ആന്ധ്രാപ്രദേശ്, ഈ 2 സംസ്ഥാനങ്ങളിൽ NDA വലിയ മുന്നേറ്റം നടത്തുന്നു. ഒറീസയിൽ ബിജു പട്നായിക്കിന് കനത്ത തിരിച്ചടിയുണ്ട്. അതുപോലെ ആന്ധ്രാപ്രദേശിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ YSRCPക്ക് കനത്ത തിരിച്ചടിയുണ്ട്. മറ്റൊന്ന്, പശ്ചിമ ബംഗാളിൽ BJP മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനേക്കാൾ മേൽക്കൈ നേടും. ഇതാണ് മറ്റൊരു പ്രവചനം. അതോടൊപ്പം തന്നെ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു വസ്തുത, ഏറെക്കുറെ എല്ലാ സർവേകളും പറയുന്നൊരു കാര്യം, കോൺഗ്രസും BJPയും നേരിട്ട് ഏറ്റുമുട്ടിയ സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഈ സംസ്ഥാനങ്ങളെല്ലാം തന്നെ കോൺഗ്രസിൻ്റെ പ്രകടനം വളരെ ദയനീയമാണ്. രാജസ്ഥാനിൽ കുറച്ച് സീറ്റുകൾ കൂടാം, പക്ഷേ BJPയെ ശരിക്കും അങ്ങോട്ട് നേരിടാൻ ഈ സംസ്ഥാനങ്ങളൊന്നും തന്നെ കോൺഗ്രസിന് സാധിക്കുന്നില്ല. അത് BJPക്ക് ഈ സംസ്ഥാനങ്ങളിൽ ഒരു മേൽക്കൈ നേടിക്കൊടുത്തു. ഇതാണ് ഇതേവരെയുള്ള പ്രവചനങ്ങൾ. നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു വസ്തുത, 2004-ൽ, അതായത് 20 വർഷം മുമ്പ് ഇതേപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം അന്ന് നടന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങളെല്ലാം തന്നെ NDAക്ക് വലിയ വിജയം പ്രവചിച്ചിരുന്നു. പക്ഷേ വോട്ടെണ്ണി തീർന്നപ്പോൾ ഫലം നേരെ തിരിച്ചായിരുന്നു. 2004 രാജേന്ദ്രൻ ഏറ്റവും അവസാനിപ്പിച്ചത് അങ്ങനെയാണ്. രാജേന്ദ്രൻ, ഞാൻ ആവശ്യമാണെങ്കിൽ തിരിച്ചെത്താം. എന്തായാലും വളരെ ക്രിസ്പായി തന്നെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ഷൈനിങ് വന്ന 2004-നെ ഓർമ്മിപ്പിച്ചത് വളരെ കൃത്യമായിരുന്നു. അന്ന് പക്ഷേ എല്ലാ സർവേ ഫലങ്ങളെയും അട്ടിമറിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് വിധിയാണ് ഉണ്ടായത്. കേരളത്തിലും അത് വലിയ രീതിയിലുള്ള മുൻപെങ്ങുമില്ലാത്ത വിധം ഒരു തെരഞ്ഞെടുപ്പ് ഫലം അന്നുണ്ടാക്കിയത് നമ്മൾ
കണ്ടതാണ്. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ശ്രീ ജേക്കബ് ജോർജിലേക്ക് ഞാനൊന്ന് ആദ്യം പോകട്ടെ, എന്നിട്ട് ഒരു 2 മിനിറ്റ് ശ്രീ ജേക്കബ് ജോർജ്. ഇപ്പോൾ രാജേന്ദ്രൻ പറഞ്ഞ ആ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ മാധ്യമ സ്ഥാപനങ്ങളുടെ കൂടി പേരിലാണ് ഇപ്പോൾ കൂടുതൽ അറിയപ്പെടുന്നത്. സർവേ നടത്തുന്ന ഏജൻസികൾ എന്ന് നമുക്ക് പറയാം, അതുകൂടി ഉണ്ടെങ്കിൽ കൂടി. പക്ഷേ മുൻപൊക്കെ ഇതിൻ്റെയൊക്കെ തുടക്ക കാലഘട്ടത്തിൽ അക്കാദമികമായ സർവേകളൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഇങ്ങനെയുള്ളൊരു സർവേകളിലേക്ക് ഇപ്പോൾ എത്തുന്നത്. എത്രമാത്രം താങ്കൾ ഈ സർവേ ഫലങ്ങളെ എങ്ങനെ നിരീക്ഷിക്കുന്നു? ഇതാണ് അറിയേണ്ടത്. അല്ല, സർവേ ഫലങ്ങളെ നമ്മളിപ്പോഴങ്ങനെ നിരീക്ഷിച്ചിട്ട് അതേക്കുറിച്ച് എന്തെങ്കിലും പിന്നെയും പ്രവചനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പ്രവചിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാരണം ഇന്നേക്ക് 4-ാം ദിവസം, 3-ാം ദിവസം തന്നെ പറയാം, ഫലമെല്ലാം അറിയും. അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അവിടെ അന്നത്തെ 4-ാം തീയതി വരുന്ന യഥാർത്ഥ ഫലം അതിന് നമ്മൾ കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഒരു കണക്കിനും തയ്യാറില്ല. അതുപോട്ടെ, ഈ പ്രവചനങ്ങളൊക്കെ നടത്തിക്കോട്ടെ. തീർച്ചയായിട്ടും അതിനകത്തൊരു ശാസ്ത്രമുണ്ട്, അതിനകത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, അതിനൊരു പ്രത്യേക രീതിയുണ്ട്. ആ രീതി അവലംബിച്ചാണോ ഇതൊക്കെ വരുന്നത് എന്നുള്ളത് സംശയമാണ്. എന്തൊക്കെയാണെങ്കിലും ഒരു സൂചന കിട്ടുന്നത് NDA 375, 350-ലധികം സീറ്റ്, 400-നോടടുത്ത സീറ്റ് വാങ്ങിച്ചിട്ട് വീണ്ടും അധികാരത്തിലെത്തും. നരേന്ദ്രമോദി ഈ തപസ്സും ധ്യാനവും എല്ലാം കഴിഞ്ഞ് ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും സ്ഥാനമേൽക്കും എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പുതിയ ഗതി? ഇപ്പം നേരത്തെ രാജേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചതുപോലെ പശ്ചിമ ബംഗാളിൽ പോലും മമതാ ബാനർജിക്ക് തിരിച്ചടിയാണെങ്കിൽ, കോൺഗ്രസ് CPM സഖ്യത്തിന് തിരിച്ചടിയാണെങ്കിൽ, അവിടെയും BJP മേൽക്കൈ നേടുകയാണെങ്കിൽ, കർണാടകയിലെ കാര്യം പറഞ്ഞു, രാജസ്ഥാൻ, അതേപോലെ ആന്ധ്രാപ്രദേശ്, ജഗ്മോഹൻ റെഡ്ഡി അവിടെ ജഗ്മോഹൻ റെഡ്ഡി പിന്തള്ളപ്പെടുകയാണെങ്കിൽ, അതിലുമപ്പുറത്ത് ഒഡീഷയിൽ നവീൻ പട്നായിക്ക് പുറകിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ദയനീയമായിരിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ സ്ഥിതി, ഭാവി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് കാണാം. ശരി, ഡോക്ടർ എ. സമ്പത്ത്, ഈ സർവേ ഫലങ്ങൾ വെച്ചുകൊണ്ടൊരു ചർച്ചയിലേക്ക് പോകാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ഏറ്റവും ആദ്യം വന്നിരിക്കുന്ന ഈ ഒരു വാർത്ത എന്നുള്ളത് കാണാതെ പോകാൻ സാധിക്കില്ലല്ലോ. അതിനോടുള്ളൊരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. സർവേകളോട് പ്രതികരിച്ചുകൊണ്ട് താങ്കളുടെ വാക്കുകൾ. ഈ എക്സിറ്റ് പോൾ ബന്ധപ്പെട്ടുള്ള ഇന്നത്തെ ഈ ഒരു സർവേ കാര്യങ്ങൾ അതൊരു നീതിപൂർവമായിരുന്നോ എന്നുള്ള പരിശോധന നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ സാമ്പിൾ എത്രയായിരുന്നു? അത് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ 7 നിയമസഭാ മണ്ഡലങ്ങളാണ്. ആ 7 നിയമസഭാ മണ്ഡലങ്ങൾ എന്നുള്ളത് ഞാനത് പറയുമ്പോൾ തന്നെ, ഇപ്പോൾ ഞാൻ പ്രതിനിധാനം ചെയ്തിരുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലാണെങ്കിൽ 3 മുനിസിപ്പാലിറ്റികളും 52 ഗ്രാമപഞ്ചായത്തുകളും ചേർന്നതാണ്. അപ്പോൾ ഈ എടുക്കുന്ന സാമ്പിളുകളെ സംബന്ധിച്ചുള്ള ഇത്തരം കാര്യങ്ങൾ അവരെങ്ങനെയാണെന്നുള്ളത് അതിനെ സംബന്ധിച്ച് നമുക്ക് മുന്നിലൊരു ചിത്രമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഈ സർവേയെ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ വേണമെങ്കിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് ഞാൻ CPM-കാരനായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എൻ്റെ തന്നെ അനുഭവം ഞാനൊന്ന് പറഞ്ഞോട്ടെ. 2019 തെരഞ്ഞെടുപ്പിൽ പ്രീപോൾ സർവേയിലും പോസ്റ്റ് പോൾ സർവേയിലും ഈ ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും അക്കാര്യത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ളതായി പറഞ്ഞ സ്ഥാനാർത്ഥിയാണ് പരാജയപ്പെട്ടത്, ഞാൻ തന്നെ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർവേയെല്ലാം നടത്തി കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളുടേതായിട്ടുള്ള സർവേയിൽ സഖാവ് MM മണി വിജയിച്ചിട്ടില്ല. തിരുവനന്തപുരത്ത് അഡ്വക്കേറ്റ് ആൻ്റണി രാജു വിജയിച്ചിട്ടില്ല. ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ LDF-ൻ്റേതായിട്ടുള്ള ഇന്ന് 13 MLA-മാരിൽ 6 പേരും വിജയിച്ചിട്ടില്ല. ശൈലജ ടീച്ചറുടെ പോരാട്ടം എന്നുള്ളത് വളരെ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നാണ് അവർ രേഖപ്പെടുത്തിയത്. അപ്പോൾ ആ സർവേ ഫലങ്ങൾ എന്തായിരുന്നു എന്നുള്ളതും അത് സംബന്ധിച്ച് ചർച്ചകൾ പലപ്പോഴും ഇതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വരുന്നതിൻ്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ചില ദൃശ്യമാധ്യമങ്ങളിലെല്ലാം അത്തരത്തിലുള്ള വർത്തമാനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെന്തെങ്കിലും ഇവിടെ ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ ഒരു പ്രവചനം എന്നുള്ള നിലയിലേക്ക് നടത്താൻ ഞാൻ ആളല്ല. തെരഞ്ഞെടുപ്പിൻ്റേതായ ഫലപ്രഖ്യാപനം വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. അത് വെച്ച് നമുക്ക് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പല സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമാണ് സ്ഥിതിഗതികൾ എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ തമിഴ്നാട് സംസ്ഥാനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ തമിഴ്നാട് സംസ്ഥാനത്ത്
ഏകദേശം അവിടുത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം ഏതാണ്ട് അതിനോടൊരു സത്യസന്ധത പുലർത്തിയിട്ടുണ്ടാവാം. പക്ഷേ എന്തുകൊണ്ട് മറ്റു പലയിടങ്ങളിലേക്ക് ഇത് വന്നില്ല എന്നുകൂടി നമ്മൾ കാണണം. ഇപ്പോൾ ഈ വലിയ കർഷക പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുള്ള സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തും എന്ന് ബി ജെ പി തന്നെ വിശ്വസിക്കുന്നില്ല. ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളുടേതായിട്ടുള്ള തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ നടത്താൻ കഴിയാതെ പോയി. അപ്പോൾ അങ്ങനെ കൂട്ടത്തോടെ വന്ന ആളുകൾ വോട്ട് രേഖപ്പെടുത്തണമെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക സ്ഥാനാർത്ഥിയോട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് വല്ലാത്ത ഒരു അഭികാമ്യമായി അത്തരത്തിലൊരു പ്രേമം പോലെ എന്ന് ഞാൻ ഇൻവെർട്ടർ കോമയിൽ അങ്ങനെ ഒരു പദം ഉപയോഗിക്കാൻ മറ്റൊരു പദം കിട്ടാത്തത് കൊണ്ടാണ്. അതല്ല എങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട്, സ്ഥാനാർത്ഥിയോട്, മുന്നണിയോട് വല്ലാത്ത വൈരമോ ശത്രുതയോ ഉണ്ടാവണം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നിങ്ങൾ ഉൾപ്പെടെയുള്ള ഈ മാധ്യമപ്രവർത്തകർ പറഞ്ഞിട്ടുള്ളത് ഒരു അനുകൂലമായോ പ്രതികൂലമായോ അത്തരത്തിൽ പ്രകടമായ ഒരു തരംഗം കാണാൻ കഴിഞ്ഞില്ല എന്നുള്ള നിലയിലാണ്. അത് ജേക്കബ് ജോർജ് ഉൾപ്പെടെയുള്ള നിരവധി മാധ്യമപ്രവർത്തകർ, നമ്മുടെ ഉത്തരേന്ത്യൻ മാധ്യമപ്രവർത്തകരും പറഞ്ഞത് അങ്ങനെ പ്രകടമായി അത്തരത്തിലൊരു തരംഗം കാണാൻ കഴിഞ്ഞില്ല എന്നതാണ്. ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്ന് വിലയിരുത്താനായി മാധ്യമപ്രവർത്തകർ, ഇപ്പോൾ മാത്രമല്ല ഇത് മുമ്പും ഇത് സംഭവിച്ചിട്ടുണ്ട്, 2004 മാത്രമല്ല 1977 സംഭവിച്ചിട്ടുണ്ട്, 1977 ശേഷം നടന്ന പല തെരഞ്ഞെടുപ്പുകളിലും ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ചിത്രത്തെ സംബന്ധിച്ചുള്ളതിൽ നമുക്കൊരു കാര്യത്തിൽ അഭിമാനിക്കാൻ കഴിയുന്നത്, ഈ തെരഞ്ഞെടുപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയിലെ പാർലമെൻ്ററി ജനാധിപത്യ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ അതിൽ അഭിമാനിക്കാം. വിജയവും പരാജയവും മറ്റൊരു കാര്യങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർത്തപ്പെട്ടതായ നിരവധി കാര്യങ്ങളുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി അത് അവസാനിക്കുന്നില്ല, അത് തുടർന്നും അത് തെരഞ്ഞെടുപ്പിന് ശേഷവും ചർച്ചകളായി തന്നെ തുടരട്ടെ. യെസ്, അത് ആണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടതും. അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ ഒരു പ്രതികരണമാണ് ഞാൻ അന്വേഷിച്ചത്. അത് എനിക്ക് മറ്റുള്ളവരത്തോടെ ഒന്ന് ചോദിക്കേണ്ടതുള്ളതുകൊണ്ട്, അഡ്വക്കേറ്റ് അനിൽ ബോസ്, നിങ്ങളുടെ പാർട്ടി ഈ സർവേകളുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പങ്കെടുക്കുന്നില്ല എന്ന് ആദ്യമേ തീരുമാനിച്ചതാണ്. പക്ഷേ എന്നാലും ഇപ്പോൾ പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാമെന്ന് ഇപ്പോൾ മാറ്റി തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും സർവേകളുടെ ഫലങ്ങൾ ഇപ്പോൾ ഏതാണ്ട് പുറത്തേക്ക് വന്നിരിക്കുന്നു. വൈകുന്നേരം മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിന് ശേഷം പറഞ്ഞത് 295 സീറ്റുകൾ വരെ നേടും എന്നാണ്. സർവേകൾ അതിനൊപ്പം നിൽക്കുന്നുമില്ല. പ്രതികരണം എന്ത്? അല്ല, സർവേകൾ മലയാളം ചാനലുകളിലേത് ഏതൊക്കെ രീതിയിലാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നതെന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാനത്തിരുന്ന് കണ്ടത് ചാണക്യയുടെയും അതുപോലെ തന്നെ ന്യൂസ് 24-ൻ്റെയുമാണ്. അത് കണ്ടതിൽ നിന്നും അവരുടെ ആ ഒരു സിസ്റ്റത്തോട് അല്ലെങ്കിൽ ആ കണ്ടുപിടുത്തത്തോട്, അവരുടെയൊക്കെ പല ഘട്ടങ്ങളിൽ അവർ പറഞ്ഞതൊക്കെ നടപ്പിലായിട്ടുണ്ടാവും, ഒരുപാട് ഘട്ടങ്ങളിൽ ഇതെല്ലാം തെറ്റിയിട്ടുമുണ്ട്. പക്ഷെ അവരുടെ പ്രഡിക്ഷൻ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത്, കേരളം മാത്രം എടുക്കാം. കേരളത്തിലെ 20 സീറ്റിൽ 17 സീറ്റ് അല്ലെങ്കിൽ 19 സീറ്റ് UDF, ബാക്കി ഇനി 17 UDF-നെങ്കിൽ 3 സീറ്റ് BJP-ക്ക്. എനിക്ക് വളരെ രസകരമായ സർവേ ആയിട്ടാണ് തോന്നിയത്. നമുക്ക് 4-ാം തീയതി പരിശോധിക്കാം. 4-ാം തീയതി നമ്മൾക്ക് പരിശോധിക്കാം. അതുപോലെ തന്നെ പിന്നെ കന്യാകുമാരിയിൽ 39 സീറ്റിൽ 2 സീറ്റ്. അത് വളരെ രസകരമാണ്. അതിൻ്റെ പിന്നെ ഇൻട്രഡക്ഷൻ കൊടുക്കുന്നതും അത് BJP-ക്ക് ഓപ്പൺ ചെയ്ത് അവരുടെ കണക്ക് കുറയുന്ന സ്ഥലത്തുനിന്ന് കൂടുതൽ കിട്ടത്തക്ക രീതിയിലുള്ളൊരു ബാലൻസിങ് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ നടന്നിട്ടുള്ള ചർച്ചകളിലൊക്കെ നമ്മൾ ഈ പറയുന്ന ടെക്നിക്കലായി പഠിച്ച രാഷ്ട്രീയ തന്ത്രജ്ഞനൊന്നും അല്ലല്ലോ, നമ്മളൊരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഞാൻ ഈ ചർച്ചയിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ മാർച്ച് മാസം 22-ാം തീയതി മുതൽ പറയുന്നു, ഡൽഹിയിൽ 7 കിട്ടും എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും 1 സീറ്റ് നമ്മുടെ കണക്കിൽപ്പെടുത്തണം എന്നാണ് പറഞ്ഞത്. ഈ പല സർവേകളും 1 മുതൽ 3 വരെ പറയുന്നുണ്ട്, 1 സീറ്റ് ഉറപ്പായും പറയുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ മധ്യപ്രദേശിൽ 29 സീറ്റിൽ 1 മാത്രമാണ് കോൺഗ്രസ്സിനുണ്ടായിരുന്നത്. അവിടെ 1+3 എങ്കിലും കിട്ടുമെന്ന് നമ്മൾ എല്ലാ ചർച്ചകളിലും പറഞ്ഞിരുന്നു. ഇന്ന് നിങ്ങൾ മാറ്റി വെച്ച് നോക്കൂ, അതിലേക്ക് ഭൂരിപക്ഷം സർവേകളും എത്തുന്നുണ്ട്. രാജസ്ഥാനിൽ ഏറ്റവും കുറഞ്ഞത് 5 സീറ്റ് നേടുമെന്ന് പറഞ്ഞിരുന്നു, ആ 5-ലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ദിവസം ലാലുമായി ഞാൻ സംവദിച്ചപ്പോഴും, ഇന്ന് രാവിലെയാണെന്ന് തോന്നുന്നു നമ്മൾ സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞു 25 കടക്കും മഹാരാഷ്ട്ര. നോക്ക് നിങ്ങൾ. അപ്പോൾ ആ നിലയിൽ വരുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞതിൽ കുറവായി ഞാൻ കണ്ടത് കർണാടകയിലാണ്. ഞങ്ങൾ 10 സീറ്റ് മിനിമം കിട്ടും എന്ന് പറഞ്ഞെടുത്ത് 5 പലരും പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഫലം വരാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോഴുള്ള ചർച്ചയാണല്ലോ.
അപ്പോൾ ആന്ധ്രാപ്രദേശിലെ പ്രഡിക്ഷൻ നമ്മുടെ കണക്കൂട്ടൽ ഒരുപക്ഷെ തെലുങ്ക് ദേശം, അതല്ലെങ്കിൽ പിന്നെ ജഗൻമോഹൻ റെഡ്ഡിയുടെ പിന്നെ YSR കോൺഗ്രസ് എന്നുള്ള നിലയിൽ കോൺഗ്രസിനവിടെ കഷ്ടിച്ച് കടപ്പയിൽ ഒരു സീറ്റ് കിട്ടിയാൽ ഭാഗ്യം എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ അവിടെ ഒരു BJPയുടെ ബ്രേക്കിംഗ് കാണിക്കുന്നുണ്ട്. അത് ശരിയാണെങ്കിൽ അതൊരു വലിയ നേട്ടമാണ് അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയാതെ നിവൃത്തിയില്ല. നമ്മളത് അംഗീകരിക്കേണ്ടതാണ്. പക്ഷേ ബാക്കി നമ്മൾ നോക്കുമ്പോൾ ഉത്തരാഖണ്ഡ് എടുത്താലും ഹിമാചൽ പ്രദേശ് എടുത്താലും കാശ്മീർ എടുത്താലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എടുത്താലും വരുന്നത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ 116 എന്ന ഇന്ത്യ സഖ്യത്തിന് മിനിമം സഖ്യകക്ഷികൾക്കും കോൺഗ്രസിനും കൂടി ഒരു 120 സീറ്റിൽ കൂടുതൽ വർദ്ധിക്കും. അങ്ങനെ 120 സീറ്റ് കിട്ടിയാൽ 236 എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഞാനുള്ളത്. ആ 236 സീറ്റ് എത്തിയാൽ മാത്രമേ ഇന്ത്യ സഖ്യത്തിന് ഒരു ഗവൺമെൻറ്റിലേക്ക് പോകാൻ കഴിയൂ. ഇന്ന് നടന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ നേതാക്കളും വളരെ ആത്മവിശ്വാസത്തോടു കൂടി അവരുടെ കണക്കെടുപ്പിൽ പറയുന്നത് ഒരു എക്സിറ്റ് പോളും നമ്മൾ നോക്കണ്ട, നമ്മൾ കൃത്യമായി ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അത് വളരെ ഗവൺമെൻറ് ഉണ്ടാക്കാൻ 272 വേണം. അത് വളരെ നല്ല വ്യത്യാസത്തോടു കൂടി ഏറ്റവും കുറഞ്ഞ 20 സീറ്റിൻ്റെയെങ്കിലും ഭൂരിപക്ഷത്തോടു കൂടി നമുക്ക് ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയും എന്ന വളരെ നല്ല ബോധ്യവും ആത്മവിശ്വാസവുമാണ് ഇന്ന് ഖാർഗെയുടെ വീട്ടിൽ ചേർന്ന യോഗത്തിൽ എല്ലാ കക്ഷി നേതാക്കളും പ്രധാനപ്പെട്ട മുഴുവൻ നേതാക്കളും ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം റിവ്യൂവിന് ശേഷം വീണ്ടും ആ സ്ഥാനത്താണ് നമ്മൾ ഉറച്ചു നിൽക്കുന്നത്. അതിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇതൊരു ചർച്ചയാണ്. ഈ ചർച്ചയിൽ പലപ്പോഴും പല ചാനലുകളിലും കണ്ടൊരു കാര്യം ഗൗരവപൂർവ്വം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അല്ലേ. ഇന്നിപ്പം ഈ എക്സിറ്റ് പോൾ വന്ന സമയം തൊട്ട് എന്നെ ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്. കാരണം ഈ ചർച്ചകളിലൊക്കെ തന്നെ വളരെ കോൺഫിഡൻസോടുകൂടി പറഞ്ഞൊരാളാണല്ലോ ഞാൻ. അപ്പോൾ എല്ലാവരും എന്നെ വിളിക്കുന്നുണ്ട്. അവർക്കെല്ലാം വിഷമമാണ്. ആ വിഷമം ഒരു രാഷ്ട്രീയ ആസൂത്രണമാണ്. ആ വിഷമം എന്താ ആസൂത്രണം? ഇപ്പോൾ കോൺഗ്രസ് വരുന്നില്ല, അല്ലെ ഇന്ത്യ സഖ്യം വരുന്നില്ല, ഇന്ത്യ സഖ്യം വളരെ ദയനീയമായി താഴ്ത്തു വന്നു. ഇപ്പോഴും 200-ന് മുകളിൽ സീറ്റ് പറയുന്നുണ്ടെന്നേ. വളരെ ചുരുക്കം സർവേകൾ മാത്രമാണ് 150, 146 എന്നും പറഞ്ഞിരിക്കുന്നത്. 200-ന് മുകളിലാണ് ഇപ്പോഴും പറയുന്നത്. അങ്ങനെ വന്നാൽ തന്നെ ഇരട്ടിയിലേക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ചെറിയ കാര്യമൊന്നുമല്ല. ഈ പണം വിനിയോഗത്തിന് അവസരമില്ല, സ്വതന്ത്രമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അവസരമില്ല, ഇലക്ഷൻ കമ്മീഷൻ, ഇത്തരം കാര്യങ്ങൾ നിൽക്കുമ്പോൾ ഇപ്പോൾ വരുന്ന സർവേയിൽ പോലും അത് BJPക്ക് വേണ്ടി മാത്രം സ്പോൺസർ ചെയ്ത് സർവേ നടത്തുന്ന ഏജൻസികളുടെ ഞാൻ കണ്ടു, ഇന്ന് പല ചാനലും കണ്ടു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ വരാം. അനിൽ ബോസ് പറഞ്ഞു വരുന്ന കാര്യങ്ങൾ കൃത്യമാണ്. നിങ്ങളുടെ ഒരു നിലപാട് നേരത്തെ തന്നെ രീതിയിൽ തന്നെ ആയിരുന്നല്ലോ. പ്രിൻറ്റു മഹാദേവ് ഏതാണ്ട് BJPക്ക് അനുകൂലമായി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഏതാണ്ട് കഴിഞ്ഞ 5 കൊല്ലത്തോളമെങ്കിലും കൂടെ നിന്ന മാധ്യമങ്ങൾ ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടുന്നു എന്നാണ് അനിൽ ബോസും ഡോക്ടർ സമ്പത്തും ഇപ്പോൾ പറഞ്ഞതിൻ്റെ മലയാളം. അതായത് ആ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്ന് മറ്റൊന്നും പ്രതീക്ഷിക്കാനും കൂടി ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾക്കും പക്ഷേ നിങ്ങൾ പറഞ്ഞിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഈ സർവേ ഫലങ്ങൾ നോക്കുമ്പോൾ അബ് കി ബാർ 400 പാർ ഇതാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. അവിടേക്ക് ഒന്നും ഈ കാര്യങ്ങൾ എത്തിയിട്ടുമില്ല. എവിടെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നിങ്ങളെയും വഞ്ചിച്ചോ? ലാൽ സാറേ, ഇപ്പോൾ നേരത്തെ സമ്പത്ത് സാറുടെയും ജേക്കബ് ജോർജ് സാറെ അനിൽ ബോസിൻ്റെയും സാറിൻ്റെ വാക്കുകളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു എക്സിറ്റ് പോൾ വരാത്തതിൻ്റെ വലിയ രീതിയിലുള്ള വേദനയും ദുഃഖവും ഒക്കെ നിങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ നിങ്ങൾ തള്ളിക്കളഞ്ഞാലും 4 ദിവസത്തിനപ്പുറത്ത് ജേക്കബ് സാറ് പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് വരാൻ പോവുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചത് എന്താണോ ആ രീതിയിലേക്കാണ് തന്നെയാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിട്ടുള്ളത്. ഇപ്പം 400 സീറ്റ് എന്ന് പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾ നോക്കൂ, ഒരു എക്സിറ്റ് പോളിലും 300 താഴേക്ക് NDA വരുന്നില്ല, 150 പ്ലസിലേക്ക് അല്ലെങ്കിൽ 180 പ്ലസിലേക്ക് കോൺഗ്രസ് വരുന്നില്ല. സത്യത്തിൽ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. സ്വാഭാവികമായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രൂപീകരിച്ചിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഘടന ഈ രാജ്യത്ത് 10 വർഷം കൊണ്ട് ഈ രാജ്യത്തിൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ്, അതായത് പ്രത്യേകിച്ച് രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ ഞങ്ങൾ വരുത്തിയിട്ടുള്ള വലിയൊരു മാറ്റമുണ്ട്. അത് BJP എന്ന് പറയുന്ന പ്രസ്ഥാനവും നരേന്ദ്രമോദി എന്ന വ്യക്തിയും സ്വാഭാവികമായിട്ട് അത് ഞങ്ങൾക്ക് ഏതൊക്കെ രീതിയിലാണ് ഈ രാജ്യത്തിൻ്റെ വിവിധ മേഖലകൾ എങ്ങനെയാണ് ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ജനമനസ്സുകളിൽ സ്വാധീനമുണ്ടാക്കിക്കൊണ്ട് BJPക്ക് അനുകൂലമായിട്ട് രാഷ്ട്രീയത്തെ നിർവചിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് 10 വർഷം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ലാൽ സാറിനത് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിലും ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിലും ഞാനൊന്ന് പരിശോധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഒറീസ പോലെയുള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ആന്ധ്ര പോലെയുള്ള ഒരു സ്ഥലത്ത്
അതോടൊപ്പം തന്നെ ബംഗാൾ പോലെയുള്ള സ്ഥലത്ത് ഒരു 15 വർഷത്തിനപ്പുറത്ത് BJP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പ്രസക്തി എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ പരിശോധിക്കണം. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ ഒരു 15 വർഷത്തിനപ്പുറത്ത് നോർത്ത് ഈസ്റ്റിൽ നാഗാലാൻഡിനപ്പുറത്തേക്ക് ഒരു വേരുകളും BJPക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ 10 വർഷം കൊണ്ട് ഞങ്ങൾ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ ഘടനയിൽ വരുത്തിയിട്ടുള്ള ഒരു മാറ്റമുണ്ട്. ആ മാറ്റത്തിന്റെ ഫലമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് 400 സീറ്റ് എന്ന് ഞങ്ങൾ കൃത്യമായിട്ട് പറയാൻ കാരണം. ഇപ്പം കേരളത്തിനകത്ത് പോലും ഇപ്പം ഈ സർവേ റിസൾട്ടിനകത്ത് ഒരു സീറ്റ് കൃത്യമായിട്ട് പ്രവചിക്കുന്നുണ്ട്. ആ പ്രവചന സ്വഭാവത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ 350+നും 400നും ഇടയിലുള്ള സീറ്റിലേക്ക് NDA മാറും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ അല്ലെങ്കിൽ ഈ മീഡിയാസിനെ ഈ ഏജൻസികളൊക്കെ നരേന്ദ്രമോദിയുടെയും അല്ലെങ്കിൽ NDAയുടെയും ഒക്കെ ആളുകളാക്കിക്കൊണ്ട് ചിത്രീകരിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സമാധാനം കൊള്ളാം. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്ന ഫാക്റ്റുകളെ കൃത്യമായിട്ട് വിലയിരുത്തുന്ന സമയത്ത് ഈ രാജ്യത്ത് നരേന്ദ്രമോദിക്കും NDAയ്ക്കും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഈ രാജ്യത്തുണ്ടായിരുന്നു. ആ സാഹചര്യത്തെ നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് അത് ഇല്ല എന്ന് പറഞ്ഞു വരുത്തിയാലും അല്ലെങ്കിൽ നിങ്ങൾ പുതിയ തലത്തിലുള്ള സൂപ്പർ സ്റ്റാറുകളെ നിങ്ങൾ സൃഷ്ടിച്ചാലും ഇപ്പൊ ഡൽഹിയിൽ ജയിലിൽ നിന്ന് വീരോചിതമായി വന്ന അരവിന്ദ് കെജ്രിവാൾ, ഇപ്പോൾ തേജസ്വി യാദവ്, പിന്നെ തമിഴ്നാട്ടിലാണെങ്കിൽ സ്റ്റാലിൻ, കേരളത്തിലാണെങ്കിൽ പിന്നെ അത് പിണറായിയിലാണോ അത് രാഹുൽ ഗാന്ധിയിലാണോ എന്നുള്ള അവ്യക്തത. ഈ അവ്യക്തതയ്ക്ക് അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അജണ്ടയുണ്ടായിരുന്നു. ഞങ്ങളെ മുന്നിൽ നിന്ന് ലീഡ് ചെയ്ത് നയിച്ചത് അങ്ങ് ഇതിന്റെ ഇൻട്രോ അങ്ങ് ആ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈ ടെർബോയുടെ സീന്, ടെർബോയിലെ മമ്മൂട്ടി ഡ്യൂപ്പിനെ വെച്ചാണ് അഭിനയിച്ചതെങ്കിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ 10 വർഷമായി അയാൾ ജീവിച്ച് അഭിനയിച്ച് അദ്ദേഹം ആ ജീവിതത്തെ ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ജീവിതത്തെ സമർപ്പിക്കണം. അപ്പൊ അതൊരു ആക്ടിംഗ് അല്ല. ആ ആക്ടിങ്ങിനപ്പുറത്തേക്ക് അങ്ങ് ആ സിനിമയുടെ സാഹചര്യത്തെ പറഞ്ഞുകൊണ്ടാണ് സിനിമയില് ഞാൻ പറഞ്ഞത് ടർബോയില് 3 ക്യാമറ ഉണ്ടായിരുന്നുള്ളൂ ഈ ഇത്രയും അടിയൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട്. പക്ഷെ നരേന്ദ്രമോദി വളരെ നല്ല രീതിയിൽ തന്നെ താങ്കൾ പറഞ്ഞതുപോലെ അദ്ദേഹം ജീവിക്കുകയായിരുന്നു. അതുകൊണ്ട് 9 ക്യാമറയാണ് അവിടെ ഉപയോഗിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, നിങ്ങൾക്ക് ഇത് അദ്ദേഹത്തിന്റെ ധ്യാനത്തെ അല്ലെങ്കിൽ അദ്ദേഹം രാംലല്ലയുടെ ചടങ്ങിൽ പങ്കെടുത്തതിനൊക്കെ നിങ്ങൾക്ക് കളിയാക്കാം. നിങ്ങളത് കളിയാക്കാനുള്ള അധികാരവും അർഹതയും അങ്ങേക്കത് കളിയാക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ പറഞ്ഞത് ഗൗരവമായിട്ടുള്ള കാര്യമാണ്. എനിക്കൊരാൾ അയച്ചു തന്ന വളരെ ഗൗരവപ്പെട്ട ഒരു പ്രമുഖനായ വ്യക്തി അയച്ചു തന്ന ഒരു മെസ്സേജാണ് ഞാൻ ആദ്യം വായിച്ചത്. അത് ഞാൻ ഓൺ ചെയ്തിട്ടുമില്ല. തീർച്ചയായും ഞാനതിനെ ഒരു ട്രോൾ എന്ന രീതിയിലും അല്ലെങ്കിൽ ഒരു പറയാനുള്ള സ്വാതന്ത്ര്യം അതിൻ്റെ കണ്ടന്റിനെ ഞാൻ ആസ്വദിച്ചു, അത് സത്യമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് നിങ്ങൾ സത്യസന്ധമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നരേന്ദ്രമോദി വ്യക്തിക്ക് പകരം വെക്കാൻ ഒരാളില്ല. ഇല്ലാത്ത സാഹചര്യം സത്യമാണ്. അതിന് പകരക്കാരൻ ആരെന്നൊരു ചോദ്യത്തിന് ഇപ്പോഴും ലാൽ സാറിന് കൃത്യമായിട്ട് ഉത്തരം പറയാൻ സാധിക്കുമോ? അങ്ങ് മുതിർന്ന മാധ്യമ പ്രവർത്തകനല്ലേ? പകരക്കാരനെ കണ്ടെത്തണ്ടേ? 75 വയസ്സ് കഴിഞ്ഞാൽ മറ്റൊരാളെ കണ്ടെത്തണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുണ്ട് എന്ന് താങ്കൾ തുറന്ന് സമ്മതിക്കുകയാണ്. നരേന്ദ്രമോദിക്ക് പകരം ഒരാളെ കണ്ടെത്താൻ BJPക്ക് ആകുന്നില്ല. അല്ല, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല സാർ. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല സാർ. ഞങ്ങളിൽ 1 ഡസൻ നരേന്ദ്രമോദിമാർ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് സാർ. ഈ രാജ്യത്ത് ഒരു നരേന്ദ്രമോദി പോയി കഴിഞ്ഞാൽ അടുത്ത നരേന്ദ്രമോദി വരും. അതിന്റെ പേരേ മാറുന്നുള്ളൂ. ഇത്തരത്തിലുള്ള ആളുകളെ ഞങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, കേവലം രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഞങ്ങളുടെ പ്രവർത്തനത്തിന് 100ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അതുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. 100ാം വർഷത്തിലേക്ക് ഞങ്ങൾ കടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ സാഹചര്യം കൂടി നിങ്ങൾ ഏതാണ് ഉദ്ദേശിച്ചത്? താങ്കൾ ഉദ്ദേശിച്ചത് ഏതാണ്? 100ാം വർഷം എന്ന് പറയുമ്പോൾ താങ്കൾ ഉദ്ദേശിച്ചത് BJPയുടെ കാര്യമാണോ? ഞാൻ BJP വക്താവായിട്ടാണ് താങ്കളെ പരിചയപ്പെടുത്തിയത്. അല്ല, BJPയുടെ കാര്യമല്ല. ഞങ്ങൾ BJP വക്താവാണെങ്കിൽ പോലും പ്രത്യയശാസ്ത്രപരമായിട്ട് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച ആശയം 100ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ആ പ്രത്യയശാസ്ത്രപരമായ ആശയത്തിന്റെ അടിസ്ഥാനം തന്നെയാണ് BJP. അപ്പൊ സ്വാഭാവികമായിട്ട് BJP എന്ന് പറയുന്ന പ്രസ്ഥാനം 2025 അധികാരത്തിൽ കേരളത്തിലെങ്കിലും നിങ്ങൾ ഇതൊക്കെ പറഞ്ഞിരുന്നോ? സംഘപരിവാറിന്റെ RSSന്റെ പ്രത്യയശാസ്ത്രമാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. 100 വർഷത്തിന്റെ വലിയ ആഘോഷങ്ങളിലേക്ക് പോകാൻ രാജ്യം തയ്യാറെടുക്കുന്ന ഘട്ടത്തിലാണ് ഞങ്ങൾ, അങ്ങനെ ഞങ്ങളുടെ സർക്കാരാണ് വരാൻ പോകുന്നത് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞോ? കേരളത്തിൽ അങ്ങനെ കേട്ടില്ല. സാർ, ഞങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടിയല്ല സാർ 400 സീറ്റ് എന്ന് ഞങ്ങൾ പറഞ്ഞത്. ഇത്ര ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ ആർക്കാ? ഇന്നാണ് മല്ലികാർജുന ഖാർഗെ 285 സീറ്റിന്റെ കാര്യം ഇന്നാണ് അദ്ദേഹം പറയുന്നത് പത്രസമ്മേളനം നടത്തിയിട്ട്. അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ഒരു കേവല ഭൂരിപക്ഷത്തിലുള്ള സീറ്റ് എന്ന കാര്യം പറയാൻ സാധിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ ഉയർത്തിപ്പിടി സാർ 1ാം ഘട്ടത്തിലായിക്കോട്ടെ, 2ാം ഘട്ടത്തിലായിക്കോട്ടെ, 7ാം ഘട്ടത്തിലായിക്കോട്ടെ കൃത്യമായ സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്ത പ്രസ്ഥാനം BJPയാണ്. നരേന്ദ്രമോദിയാണ്. സ്ട്രാറ്റജി എന്താണെന്ന് കൂടി പറഞ്ഞാൽ എനിക്ക് ഡോക്ടർ സമ്പത്തിലേക്ക് പോകാം. നിങ്ങളുടെ സ്ട്രാറ്റജി ഓരോ ഘട്ടത്തിലും നരേന്ദ്രമോദി പറയുന്നുണ്ടായിരുന്നു. ഓരോ ഘട്ടത്തിലും അദ്ദേഹം അതിന്റെ പേരിൽ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. വിദ്വേഷ പ്രസംഗങ്ങളായിട്ടാണ് ചിലർ അതിനെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പല അഭിമുഖങ്ങളും പല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു.
ഏറ്റവും ഒടുവിൽ ഗാന്ധി ചർച്ചയായത് നമ്മൾ കണ്ടു. അവിടെ മുതൽ തന്ത്രങ്ങൾ, താങ്കൾ പറഞ്ഞ സ്ട്രാറ്റജി ഏറ്റവും ഒടുവിൽ കന്യാകുമാരിയിലെ ധ്യാനം വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സ്ട്രാറ്റജികൾക്കപ്പുറം ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സാധാരണക്കാരുടെ വിഷയങ്ങൾ, കർഷകരുടെ വിഷയങ്ങൾ, ഇതൊക്കെ നിങ്ങൾ അവതരിപ്പിച്ചോ ഇത്തവണ? അതാണോ നിങ്ങളെ ഈ എക്സിറ്റ് പോൾ ശരിയാകും എന്ന്, അല്ലെങ്കിൽ അതിനെ മറികടക്കും എന്ന് ഇപ്പോൾ പ്രിന്റുവിനെ കൊണ്ട് പറയിച്ചത്? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാർ, ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് 60 കോടി ഭടന്മാരുണ്ട്. 60 കോടി ഭടന്മാർ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടങ്ങൾ എത്തിയിട്ടുള്ള പൗരന്മാരാണ് 60 കോടി ഭടന്മാർ എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ രാജ്യത്ത് ഓരോ വീടുകൾ എത്തിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനത്തെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ആ വികസനത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഭരണമാണ്. നിങ്ങൾക്ക് കേവലമായിട്ട് നരേന്ദ്രമോദിയുടെ ഒരു പ്രസംഗത്തിലെ വാക്കുകൾ അടർത്തിയെടുത്ത് അദ്ദേഹം വർഗീയത പറയുന്നു, ആ വർഗീയത പറഞ്ഞതിന്റെ എണ്ണം 68 നിങ്ങൾക്ക് ന്യായീകരിക്കുന്നു. അപ്പുറം തന്നെ ഈ രാജ്യത്തിലെ ജനങ്ങളുമായി സംവദിക്കുന്നു. നോക്കൂ, ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഒരു പക്ഷേ മഹാത്മാഗാന്ധിയും സുഭാഷ് ചന്ദ്രബോസും കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകളുമായിട്ട് സംവദിക്കുന്ന ഒരു പ്രധാനമന്ത്രി. 78 ദിവസം കൊണ്ട് 206 പൊതുസമ്മേളനം അദ്ദേഹം പ്രസംഗിക്കുന്നു, റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു. അതിനുശേഷം അദ്ദേഹം കേവലം 56 സീറ്റിന്റെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഈ പറയുന്ന മഹായജ്ഞത്തിൽ നിന്ന് മാറിയിട്ട് ഒരു 45 മണിക്കൂർ ധ്യാനത്തിലേക്ക് പോകുമ്പോൾ പോലും അതിനെ പോലും കളിയാക്കാനും പ്രോഹ്ലാനുമാണ് നിങ്ങൾ ചെയ്യുന്നത്. അതിനെപ്പോലും ഞങ്ങൾ ഇത് അവസരമായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. ഞാൻ പറയും 400+ എന്ന് പറയുന്നത് ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും അത് പറഞ്ഞതോടുകൂടി തന്നെ പ്രതിപക്ഷം ഈ രാജ്യത്ത് അപ്രസക്തമാകുന്നു. അത് വലിയൊരു സ്ട്രാറ്റജിയാണ്. അത് പറഞ്ഞത് കർണാടകത്തിലും കേരളത്തിലും ഇലക്ഷൻ നടക്കുന്ന സമയത്താണ്. മൂന്നാം ഘട്ടത്തിലും നാലാം ഘട്ടത്തിലും നിങ്ങൾ പോളിംഗ് കുറഞ്ഞു എന്ന് പറഞ്ഞു. പിന്നീട് നോക്കും, മൂന്നാം ഘട്ടത്തിൽ പോളിംഗ് കുറഞ്ഞപ്പോൾ BJP അത് താഴോട്ട് പോകുന്നു. ആ സമയത്ത് അദ്ദേഹം ഞങ്ങളുടെ കോർ ബാങ്ക് വോട്ട് ഉണ്ട്, ഉത്തരേന്ത്യയിലെ കോർ ബാങ്ക് വോട്ട്, ആ വോട്ട് ബാങ്കിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള കൃത്യമായിട്ടുള്ള നിർവചനം നരേന്ദ്രമോദി നടത്തുന്നു. സ്വാഭാവികമായിട്ട് പോളിംഗ് ഉയരുന്നു. പിന്നീട് നിങ്ങൾ കാണുന്നത് നോക്കൂ, ഇപ്പൊ 7ാം ഘട്ടത്തിലാകുന്ന സാഹചര്യത്തിൽ BJPക്ക് അനുകൂലമായ സാഹചര്യം തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. വേണമെങ്കിൽ അനിൽ ബോസിനോ ബാക്കിയുള്ള ആളുകൾക്കോ 4ാം തീയതി വരെ സമാശ്വാസം കൊള്ളാം. ഈ പറയുന്ന തേജസ്വി യാദവിന്റെ ഉയർച്ചയുണ്ട്, അപ്പുറത്ത് നവീൻ ശരി. ഡോക്ടർ സമ്പത്ത്, നിങ്ങൾക്ക് 4ാം തീയതി വരെ ആശ്വസിക്കാം എന്നതിനപ്പുറം 4ാം തീയതിക്ക് ശേഷം എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ തന്ത്രങ്ങൾ അറിയാവുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ജീവിതം നയിക്കുന്ന എന്നൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ജന്മം കൊണ്ടുപോലും വ്യത്യാസം ഉള്ള, വളരെ വ്യത്യസ്തതയുള്ള, ഇതൊക്കെ പരിഹാസമായിട്ട് വേണമെങ്കിൽ പ്രിന്റുവിന് പറയാം, പക്ഷേ ഇതൊക്കെ നമ്മൾ കേട്ട കാര്യങ്ങളാണ്, ചർച്ച ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള മോദി പ്രഭാവം, മോദിക്ക് അനുകൂലമായ സാഹചര്യം, ഇതൊക്കെ രാജ്യത്തുണ്ടായിരുന്നു, അതിൻ്റെ ഫലമുണ്ടാകും എന്ന് BJP പറയുമ്പോൾ ഇതെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം ഡോക്ടർ ലാൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സിറ്റ് പോള് ഇത്തരത്തിലൊരു 5 മാധ്യമങ്ങളിൽ നിന്ന് വന്ന അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു ചർച്ചയാണ്. അപ്പോൾ ഈ ചർച്ചയിൽ അത്തരത്തിലിപ്പോൾ സ്വാഭാവികമായി ഞങ്ങൾ 3 രാഷ്ട്രീയ പ്രവർത്തകരും ഞങ്ങളുടേതായ രാഷ്ട്രീയ കക്ഷിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ അത്തരത്തിലുള്ള വിശകലനങ്ങളും മറ്റു കാര്യങ്ങളുമായിരിക്കും പറയുക. ജനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തിയത്, ജനങ്ങൾ എങ്ങനെയാണ് വിധിയെഴുതിയത് എന്നുള്ളതും, അത് ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇതെന്തായാലും ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേ രീതിയിലുള്ളൊരു ചിത്രമാണ് വരുന്നത് എന്ന് BJP പോലും അവകാശപ്പെടില്ല. അപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രദേശങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ചിത്രം വരുന്നു എങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. 1. 2, തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വിജയിച്ചു, ഇനി മറ്റാരും വേണ്ടതില്ല എന്നും, തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടുള്ള ആളുകൾ, അതുകൊണ്ട് ആ രാഷ്ട്രീയ കക്ഷികൾ അത്തരത്തിലുള്ളവർ ഞങ്ങളിനി തെരഞ്ഞെടുപ്പേ ഇല്ല, രാഷ്ട്രീയ പ്രവർത്തനമേ മതിയാക്കുന്നു എന്നുള്ള നിലയിലും അല്ല. അവർ ഉയർത്തിയതായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ, ഉയർത്തിയതായിട്ടുള്ള വിഷയങ്ങൾ, അത് വീണ്ടും അഭംഗുരം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. പാർലമെൻറ്റിനകത്തും പാർലമെൻറ്റിന് പുറത്തും പൊതുവേദികളിലും സോഷ്യൽ മീഡിയയിലും അല്ലാതെ. നമ്മൾ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം അതിൻ്റെ ഭാഗം തന്നെയാണ്. ഇവിടെ ഈ രാഷ്ട്രീയ കക്ഷികൾക്ക് എത്ര വോട്ട് ശതമാനം ലഭിച്ചു എന്നത്, ആകെ മൊത്തം വോട്ടെത്ര, പോൾ ചെയ്ത വോട്ടെത്ര, ഓരോ പാർട്ടികൾക്കും ലഭിച്ചതെത്ര, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ശതമാനം പോലും എടുക്കാൻ കഴിയുള്ളൂ. നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ഇന്ന് കൃത്യമായി തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയവരുടെ എണ്ണത്തെ സംബന്ധിച്ച് അത് കൃത്യമായി പറയാൻ കഴിയാത്തൊരു സ്ഥിതി നമ്മൾ കണ്ടതാണ്. അതിനെ സംബന്ധിച്ചൊരു വിമർശനത്തിൻ്റെ ഒരു കാര്യത്തിലേക്കല്ല ഞാനിപ്പോൾ കിടക്കുന്നത്. വിമർശന വിധേയമാണ് എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളും കൂടി അപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ടതായി വരും. ഇവിടെ പ്രിന്റു പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞതിൽ ഒരു കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞതിനോട് അദ്ദേഹം സത്യസന്ധത പുലർത്തിയതിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്താണെന്നറിയോ, ഈ BJPയുടെ രാഷ്ട്രീയം എന്ത് രാഷ്ട്രീയമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച്
ഗാന്ധിയൻ സോഷ്യലിസമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച BJP ഗാന്ധിവധത്തിൻ്റെ ഉത്തരവാദിത്വം പേറുന്നതായ ഒരു സംഘടന, ആ സംഘടനയുടെ ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട് ഈ പാമ്പ് ചട്ടമുരിയുന്നത് പോലെ അത്തരത്തിൽ തൻ്റെ ആ ചട്ടമുരിഞ്ഞ് മറ്റൊരു ജീവിയായി തോന്നുന്ന നിലയിലേക്ക് വന്നാലും അത് പഴയത് തന്നെയാണ്, അത് മുറ്റിക്കൊണ്ടേയിരിക്കുകയാണ് എന്നത് പ്രിൻറ്റുവിൻ്റെ വാക്കുകളിൽ നിന്ന് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിയതിന് അദ്ദേഹത്തോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, മഹാത്മാഗാന്ധിയെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിനെയും എല്ലാം വിശേഷിപ്പിച്ചു. അവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരൊന്നും ആയിരുന്നില്ല എങ്കിൽ പോലും ഇവിടെ BJP പ്രതിനിധാനം ചെയ്യും. അത് ഇനിയും പറയാതിരിക്കാൻ കഴിയില്ല. എന്താണ് ഇവിടെ എല്ലാം ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾക്ക് ശേഷം, എപ്പോൾ മോദിയുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം, ബക്രാനങ്കൽ മോദിയുടെ ഗവൺമെൻറ്റിന് ശേഷം, ഇവിടെ ISRO സ്ഥാപിച്ചത് മോദിയുടെ ഗവൺമെൻറ്റിന് ശേഷം, ഇവിടേതായ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികാസം മോദിയുടെ ഗവൺമെൻറ്റിന് ശേഷം, ഹരിത വിപ്ലവം ഈ മോദിയുടെ ഗവൺമെൻറ്റിന് ശേഷം, നമ്മളിന്ന് കാണുന്നതായിട്ടുള്ള വിദ്യാഭ്യാസ നിലവാരവും ചികിത്സാ രംഗത്തുള്ളതും ഇന്ത്യയുടെ നമ്മുടെ പ്രതീക്ഷിത ആയുസ്സിൻ്റെ വർധനവും മോദി ഗവൺമെൻറ്റിന് ശേഷം, ഇതെല്ലാം ഞങ്ങൾക്ക് ശേഷം, ഞങ്ങൾക്ക് മുമ്പ് ശൂന്യതയായിരുന്നു എന്നുള്ള നിലയിലേക്ക്, അത്തരത്തിൽ ചരിത്രത്തെ വക്രീകരിക്കുന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ വരുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വന്നത്. ഞാനത് എപ്പോഴെങ്കിലും അവർക്ക് തന്നെ ഇക്കാര്യത്തിൽ സ്വന്തം മനസാക്ഷിയോട് നീതി പുലർത്തുന്നതിന് വേണ്ടിയെങ്കിലും അത്തരം കാര്യങ്ങളിൽ ഒരു തിരുത്തൽ വരുന്നുവെങ്കിൽ നല്ലത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തെരഞ്ഞെടുപ്പിലെ വിജയം എന്നുള്ളത് കൊണ്ട് എല്ലാം അവസാനിക്കുന്നില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ആരെങ്കിലും പരാജയപ്പെട്ടതുകൊണ്ടും എല്ലാം അവസാനിക്കുന്നില്ല. അങ്ങനെയായിരുന്നു എങ്കിൽ ശ്രീമതി ഗാന്ധിയുടെ 77-ലെ തെരഞ്ഞെടുപ്പിലെ പരാജയത്തോടുകൂടി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം അവസാനിക്കണമായിരുന്നു, ഇല്ലേ? അങ്ങനെ ആയിരുന്നുവെങ്കിൽ BJPക്ക് 2 സീറ്റ് മാത്രമുണ്ടായിരുന്ന കാലത്ത് വെച്ച് BJPയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിക്കണമായിരുന്നു. അങ്ങനെയാണ് എങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ട കാലത്തോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രാജ്യത്ത് അവരുടേതായ പ്രവർത്തനങ്ങൾ എന്നേക്കുമായി അവസാനിക്കേണ്ടതായിരുന്നു. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഒരു കാലത്ത് ഈ ശ്രീ കരുണാനിധി, യശസ്വരീയനായ കരുണാനിധി അവിടെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിനെയും പിരിച്ചുവിട്ട് തിരുവനന്തപുരത്ത് പാങ്ങോട് പട്ടാള ക്യാമ്പിൽ നിന്നടക്കം പട്ടാളത്തെ അയച്ച് നമ്മുടെ അതിർത്തികൾ അത്തരത്തിൽ സീൽ ചെയ്ത് അദ്ദേഹത്തെ കൂടി മാസങ്ങളോളം ജയിലിലടക്കപ്പെട്ടതോടുകൂടി തിമുകയുടെ DMKയുടെ രാഷ്ട്രീയം അവസാനിക്കേണ്ടതായിരുന്നു. തെലുങ്കുദേശം പാർട്ടിയുടെ നേതാവ് അന്ന് ഓർമ്മയുണ്ടല്ലോ, അവിടെ ഗവൺമെൻറ്റിനെ തന്നെ അന്നത്തെ കോൺഗ്രസ് ഗവൺമെൻറ് പിരിച്ചുവിട്ടു. കോൺഗ്രസ് ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടതിന് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവങ്ങളും ആ തെലുങ്കുദേശത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും വന്നത് അത് അവിടെ അവസാനിച്ചില്ലല്ലോ. അത്തരം ഒരു കാര്യത്തെ സംബന്ധിച്ച് ഇവിടെ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയുടെ ഒരു ഭാഗം മാത്രമാണ്. അതൊരു ഭാഗം മാത്രമാണ്. തെരഞ്ഞെടുപ്പ് എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും ജനാധിപത്യ പ്രക്രിയയുടെ പൂർണ്ണമായ പരിപ്രേക്ഷ്യവും അവസാനത്തെ വാക്കുമല്ല. ജനാധിപത്യ പ്രക്രിയയിൽ നമ്മുടെ എക്സിക്യൂട്ടീവിന്, ലെജിസ്ലേച്ചറിന്, ജുഡീഷ്യറിക്ക് അതിൽ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം ഭരണഘടനയുടെ 19(1)(a)-ൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഫ്രീഡം ഓഫ് ദ പ്രസ് എന്ന് പറഞ്ഞില്ലെങ്കിലും മാധ്യമങ്ങളുടെ ഇടപെടലും അവിടെ വരികയാണ്. ഓരോ പൗരൻ്റെയും ഇടപെടലും അവിടെ വരികയാണ്. നമ്മൾ അത്തരത്തിലുള്ള ഒരു അനുസ്യൂതമായ ഒരു പ്രക്രിയയിലാണ്. ഇവിടെ 400 സീറ്റ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടതും അതിൽ അഭിമാനം കൊണ്ടതും ഞങ്ങൾ അതിനപ്പുറത്തേക്ക് കടക്കും എന്ന് പറഞ്ഞത് ഇപ്പോൾ ആ പറഞ്ഞവർക്ക് തന്നെ 400 സീറ്റ് എന്നുള്ളതിനെ സംബന്ധിച്ച് പറയുന്നില്ല. ശരി, നല്ലത്. യാഥാർത്ഥ്യം എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ മണിക്കൂറുകൾക്ക് ശേഷം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വന്നതിന് ശേഷമാണ് ഏറ്റക്കുറച്ചിലുകൾ വെച്ച് നമുക്ക് ചർച്ച ചെയ്യാനായി പറ്റുക. അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നതിന് മുമ്പ് ഈ കാര്യം, തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഉണ്ടായിട്ടുള്ള വിമർശനങ്ങൾ അത് തെരഞ്ഞെടുപ്പോടുകൂടി തീരുന്നില്ല. യെസ്, അഡ്വക്കേറ്റ് അനിൽ ബോസ്, അങ്ങനെയുള്ള വിമർശനങ്ങൾ, പരിഹാസങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് നരേന്ദ്രമോദിക്ക് നേരെ ആകാം. പക്ഷേ ഒരു നരേന്ദ്രമോദി അല്ല, യന്ത്രൻ സിനിമയിലെ പോലെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നാണ് പ്രിൻറ്റു മഹാദേവ് പറഞ്ഞത്. ഇതൊന്നും പരിഹാസമായിട്ട് എടുക്കരുത്. നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു ഉദാഹരണം, നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉദാഹരണത്തെ ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഞാനിപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പുതിയ കാലം, ഇന്ന് എന്നോട് ആരോ പറഞ്ഞു, പഴമയിലേക്ക് നമ്മൾ പോവുകയാണ്. ഭാരതീയ സംസ്കാരത്തിൻ്റെ, ആത്മീയതയുടെ, ആശ്രമ ജീവിതത്തിൻ്റെ, പർണാശ്രമത്തിൻ്റെയൊക്കെ ജീവിത കാലഘട്ടത്തിലേക്ക് ഇന്ത്യയെ തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാണ് വിവേകാനന്ദ പാറയിലെ ധ്യാനമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഈ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ മുഴുവൻ ആളുകളും കായും ഫലങ്ങളും പറിച്ചു നിന്ന് ജീവിക്കുന്ന സാഹചര്യം. ഞാനൊക്കെ ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട്ടുകാരാണ്. കുട്ടനാട്ടിൽ നല്ല കടകൽ കിട്ടും, തുണിയൊന്നും ഉടുക്കണ്ട. കടകൽ മാറി മരവുരിക്ക് പകരം അതൊക്കെ ഉടുത്ത് സുന്ദരമായി ആശ്രമാന്തരീക്ഷത്തിൽ നമുക്ക് ജീവിക്കാം. നല്ല കാര്യമാണ്. ഭക്ഷണമൊന്നും കഴിക്കേണ്ട, തുളസിയിലേക്ക് കഴിച്ച് കഴിയാം. കാരണം ഇന്നത്തെ ജീവിത സാഹചര്യം എന്ന് പറയുന്ന വിലക്കയറ്റം ആളുകൾക്ക് താങ്ങാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. എല്ലാ അർത്ഥത്തിലും ആളുകൾ പൊറുതിമുട്ടിയിരിക്കുന്ന സന്ദർഭമാണല്ലോ.
തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരട്ടെ, നമുക്ക് നോക്കാം. തെരഞ്ഞെടുപ്പ് ഇപ്പോൾ എക്സിറ്റ് പോൾ വെച്ച് നമ്മൾ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പം അവരങ്ങനെ ഒരുപാട് നിർമ്മിതികൾ നടത്തുന്ന ഒരു സന്ദർഭമാണ്. അവർ പ്രൊപ്പഗണ്ട രാഷ്ട്രീയത്തിൽ അവരോട് കിടപിടിക്കാൻ കഴിയുന്ന ഒരു സൈബർ വർക്കോ അല്ലെങ്കിൽ കേഡർ വർക്കോ ഒന്നും നമുക്കില്ല. നമ്മൾ ഒരു പൊതുവികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അതോടൊപ്പം നിൽക്കുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ കക്ഷികളും. ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ബോധ്യത്തോടു കൂടി തന്നെ ഞാൻ ഈ ചർച്ചയിലും പറയുന്നു. പലരും എന്നോട് ചോദിക്കുന്നു, തുടക്കത്തിൽ പറഞ്ഞ ആത്മവിശ്വാസമുണ്ടോ? തുടക്കത്തിൽ നമുക്കറിയാമല്ലോ, ഒറ്റയ്ക്ക് കോൺഗ്രസ് പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടും എന്ന് ഞങ്ങളാരും ഒരു വേദിയിലും പറയത്തില്ല. ഇന്ത്യ സഖ്യത്തിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം, ഇന്ത്യയിലെ 28 പാർട്ടികൾ ചേർന്ന് ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയുന്ന ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? ഇന്ത്യ സഖ്യത്തിൻ്റെയും NDA സഖ്യത്തിൻ്റെയും ഭാഗമല്ലാത്ത പാർട്ടികളടക്കം ജയിച്ചു വന്നിരുന്ന പല MP-മാരും ഇന്ത്യൻ പാർലമെൻറ്റിലുണ്ട്. 50 MP-മാർ നിലവിലുണ്ട്. ആ പാർട്ടികളൊക്കെ ലൈവാണ്. അവരെല്ലാം തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നിൽക്കുകയാണ്. ഫലം വരണം. 10 വർഷം BJPയോട് യോജിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ പാർട്ടികൾ ഇനി യോജിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തിന് ആവശ്യമായ ചർച്ചകൾ വളരെ കൃത്യമായി നടത്തുക കൂടി ചെയ്യുന്നത് കൊണ്ടാണ് 290 മുകളിൽ ഉള്ള സീറ്റുമായി ഇന്ത്യ സഖ്യം വരുമെന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞത് 300+ വരുമെന്നാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലേക്ക് എത്തിയാൽ അത് വരുമെന്നാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന ഈ എക്സിറ്റ് പോൾ വെച്ചാണെങ്കിൽ ആ പറയുന്ന വാദഗതിയെ ആളുകൾ, കേട്ടിരിക്കുന്ന ആളുകൾക്ക് പുച്ഛിച്ച് തള്ളാൻ കഴിയും, കളിയാക്കാൻ കഴിയും. പക്ഷേ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ, ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇപ്പോഴും 100% ആത്മവിശ്വാസം. പക്ഷേ അതിനെയൊക്കെ കടത്തിവെട്ടുന്ന തന്ത്രങ്ങൾ നരേന്ദ്രമോദി ഇവിടെ പ്രയോഗിച്ചത് നിങ്ങൾ ആരും കണ്ടില്ലേ എന്നാണ് ചോദിക്കുന്നത് BJP വക്താവ്. അല്ല, ഞാൻ നമ്മൾ ഈ തന്ത്രങ്ങളും സ്വപ്നങ്ങളും വിൽക്കുക എന്ന് പറയുന്നത് വളരെ നല്ല പണിയാണ്. അത് നന്നായി ചെയ്യാൻ കഴിയുന്ന ഏത് വേഷം കൊടുത്താലും ആടാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതിനെ അംഗീകരിക്കണം. ഒരുപക്ഷെ നരേന്ദ്രമോദി സിനിമയിലോ വല്ലതും ആയിരുന്നെങ്കിൽ ഓസ്കാർ അവാർഡ് എല്ലാ വർഷവും നമുക്ക് കിട്ടുമായിരുന്നു. അതിന് തർക്കമൊന്നുമില്ല. ധ്യാനം എന്ന് പറയുന്നത് ലാലെ പവിത്രമായൊരു കാര്യമാണ്. അത് ആത്മനവീകരണത്തിനും ആത്മീയതയ്ക്കും അതെല്ലാ അംശങ്ങളും ചേർത്ത് വളരെ ഭക്തിസാന്ദ്രമായി നടക്കുന്നതാണ്. അവിടെ സ്ക്രിപ്റ്റ് റൈറ്ററെ വെച്ച്, ഡയറക്ടറെ വെച്ച്, ക്യാമറ വെച്ച് ട്രയൽ റണ്ണ് നടത്തി ചെയ്യേണ്ട ഒരു കാര്യമല്ല. അങ്ങനൊരു കാര്യം ചെയ്തിട്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടം സകല പ്രചരണങ്ങളും അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പ്രധാനമന്ത്രിയുടെ ഈ ആക്ഷൻ, ഹീറോയിസം, ധ്യാനം, ആത്മീയത, അതിൻ്റെ വ്യാപാരം, അത് നടത്തുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെ അവഗണിച്ചുകൊണ്ടും അതിജീവിച്ചുകൊണ്ടും അതിലംഘിച്ചുകൊണ്ടും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആ ഫോട്ടോയും വീഡിയോയും ഇന്ത്യയിലെ മീഡിയകൾക്ക് സംപ്രേഷണം ചെയ്യുന്നതിന് വേണ്ടി നൽകി എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ കൃത്യവിലോപമാണ്. ഒരു ഡെമോക്രസിയിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് കൊണ്ട് മാത്രം ഒരാൾ മാന്യനാകുന്നില്ലല്ലോ. ഒരാൾക്ക് കയ്യൂക്കൊള്ളവൻ കാര്യക്കാരൻ എന്ന സമീപനമാണെങ്കിൽ 1 10 പ്രാവശ്യം ചിലപ്പോൾ ജയിക്കാൻ കഴിയും. ബ്രിജ് ഭൂഷണെ പോലെയുള്ള സ്വന്തം മകൻ ആത്മഹത്യ ചെയ്ത് സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാക്കിയ ബ്രിജ് ഭൂഷൺ പോലും ജയിച്ചിട്ടുണ്ട്. ഫൂലാൻ ദേവി ജയിച്ചിട്ടുണ്ട്. അവിടെ നരേന്ദ്രമോദിയും ജയിച്ചിട്ടുണ്ട്. അതിലെന്താ കുഴപ്പം? തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന ആളുകൾ പാർലമെൻറ്റ് അംഗങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാം കൊള്ളാവുന്നവരാണെന്ന് പറയേണ്ടി വരും. ഇവരെല്ലാം മാന്യന്മാരാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ ആ മാന്യതയല്ല, തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് നല്ല നടത്തിപ്പിനുള്ള സാക്ഷ്യപത്രമായിട്ട് ഞാൻ കാണുന്നില്ല. ഇവിടെ ഇന്ത്യ ഇന്ന് വരെ ഉയർത്തിപ്പിടിച്ച എല്ലാ മൂല്യങ്ങളെയും ലംഘിച്ചുകൊണ്ടാണ് ഒരു ഭരണത്തിലിരിക്കുന്ന പ്രധാനമന്ത്രി, ഇപ്പോൾ കെയർടേക്കർ പ്രധാനമന്ത്രിയാണ് എങ്കിൽ പോലും ആ പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന ആൾ, ഇതിൻ്റെ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷത്തിൽ പ്രധാനമന്ത്രി പോയി എന്ന് പറയുന്നത് സ്വകാര്യ സന്ദർശനമാണല്ലോ. ആ സ്വകാര്യ സന്ദർശനമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഇന്നാണ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചെലവിൽ ഈ ചെലവ് എവിടുന്നാണ്? അത് ഉൾപ്പെടുത്തുമോ? അദ്ദേഹത്തിന് വേണ്ടി വിനിയോഗിച്ചിട്ടുള്ള പണം അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്ന്, പേഴ്സണലായിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് സ്ഥാനാർത്ഥിയുടെ ചെലവിൻ്റെ ഭാഗമായി ഇലക്ഷൻ കമ്മീഷന് സബ്മിറ്റ് ചെയ്യുമോ? അതോ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷത്തിൽ ഒരു പ്രധാനമന്ത്രി ഇത്രയും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം തീർന്നതിന് ശേഷം ഈ സന്ദർഭത്തിൽ ഇലക്ഷൻ നടക്കാനിരിക്കെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഒരു ഗവൺമെൻറ് പണം ദുരുപയോഗം ചെയ്യുന്നത് ശരിയാണോ? ദിവസങ്ങളോളം ടൂറിസം രംഗത്തുള്ള ആളുകളെ ദ്രോഹിച്ചുകൊണ്ട്, മത്സ്യത്തൊഴിലാളികളെ ദ്രോഹിച്ചുകൊണ്ട്, നിരവധി ഉദ്യോഗസ്ഥന്മാരെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ചെയ്യുന്നത് ശരിയാണോ? ഇത് ഒരുപാട് ചോദ്യങ്ങളുണ്ടെന്നേ. ആ ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. വാക്കിന് പൊട്ടുചെവി എന്ന സമീപനമാണ് ഗവൺമെൻറ്റെങ്കിൽ അവർക്ക് കയ്യൂക്കുള്ളത് കൊണ്ട് എന്തുമാകാമെന്നാണ് ഭാവമെങ്കിൽ അവരത് ചെയ്തോട്ടെ. പക്ഷേ ഇതൊക്കെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വലിയ വിവേകമുള്ള ഒരു ജനത ഇവിടെ വളർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോരുന്ന സാഹചര്യം വരികയാണ്. ഞങ്ങളൊക്കെ ഇപ്പോൾ ഈ പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ് ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും നടന്നു പോവുകയും പല വീടുകളിലും കയറുകയും പല ആളുകളെയും കാണുമ്പോൾ ഞങ്ങളൊന്നും പ്രചരണ രംഗത്ത് ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടുള്ള കാര്യമല്ല UPSCയുടെ വിഷയം. പക്ഷേ ഇവിടെയൊക്കെ പല വീടുകളിലും ചെല്ലുമ്പോൾ അതിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. പിന്നെ തെരഞ്ഞെടുപ്പിൽ ഇപ്പം നാളെ നമ്മൾ ഇന്ത്യ സഖ്യം ഗവൺമെൻറ് ഉണ്ടാക്കുന്നില്ല എന്നിരിക്കട്ടെ,
മുഴുവൻ അട്ടിമറിയാണെന്നോ മുഴുവൻ ബഹളമാണെന്നോ പറഞ്ഞ് വിടക്കാക്കുന്നില്ല. കാരണം അതിനൊക്കെ നിയമപരമായി തെളിയിക്കേണ്ട കാര്യമാണ്. ജുഡീഷ്യറിയിൽ ഒരുപാട് കേസുകൾ പെൻഡിംഗ് ആണ്. അത് നടക്കുന്നില്ല. നമ്മുടെ കൺമുമ്പിൽ നടന്നൊരു കാര്യം പറയാം. കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ക്യാമറ വെച്ചിട്ടാണ് ചാണ്ഡിഗഡ് മേയർ തെരഞ്ഞെടുപ്പ് നടത്തിയത്. നിങ്ങൾക്കറിയാമല്ലോ. ആ മേയർ തെരഞ്ഞെടുപ്പ് നടത്തിയതിന് ശേഷം തോറ്റയാളെ വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടു. റിട്ടേണിംഗ് ഓഫീസർ പ്രഖ്യാപിക്കുന്ന കണ്ടില്ലേ? അവസാനം ഹൈക്കോടതി ക്യാമറ പരിശോധിച്ചതിന് ശേഷം ഇവർ പ്രഖ്യാപിച്ച ആളെ അയോഗ്യനാക്കുന്നതും കണ്ടു. ഇതൊക്കെ നടക്കുന്ന നാടായത്. യെസ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും ശരി, അതിനകത്തൊക്കെ പല രീതിയിലുള്ള പരാതികളൊക്കെ ഉണ്ട് അല്ല ഞാൻ പറഞ്ഞത്. പരാജയപ്പെട്ടാൽ ഒരു സെക്കൻഡിലാലെ പരാജയപ്പെട്ടാൽ പരാജയം നമ്മൾ രാഷ്ട്രീയമായി ഇപ്പം നിയമപരമായി EVM നിരോധിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ അതൊന്നും പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത് പോകുന്നതിൽ കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പരാജയമാണെങ്കിൽ പരാജയം അംഗീകരിക്കും, തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തണം. പക്ഷേ ഇത്തരം സംഭവങ്ങൾ എല്ലാ സിസ്റ്റത്തെയും മറികടന്നുകൊണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്, ഇലക്ഷൻ കമ്മീഷൻ വെച്ച ക്യാമറയ്ക്ക് മുന്നിൽ വിജയിച്ചയാളെ അയോഗ്യനാക്കി പ്രഖ്യാപിച്ച് തോറ്റയാളെ വിജയിച്ച് പ്രഖ്യാപിച്ചാണ് നമ്മൾ ചാണ്ഡിഗഡിൽ കണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. ശരി. അതായത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലഘട്ടങ്ങളിൽ 7 ഘട്ടങ്ങളായി നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ പല ഘട്ടങ്ങളിലും ഓരോ ഘട്ടത്തിലും വേണമെങ്കിൽ നരേന്ദ്രമോദിയുടെ പ്രകടനങ്ങൾ അല്ലെങ്കിൽ BJPയുടെ പ്രചരണ തന്ത്രങ്ങൾ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടാവുന്ന പല ഘട്ടങ്ങളും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് എല്ലാവരും സൂചിപ്പിക്കുന്നത്. അത് ഫലം എന്തായാലും അതൊക്കെ അതിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു എന്നാണ്. അതിന് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിരത്താനുണ്ടാകാം. താങ്കൾ എങ്ങനെ കാണുന്നു അതിനെ? ലാലെ, ഇതിനെക്കുറിച്ച് നമ്മൾ കൂലങ്കഷമായിട്ട് ഇൻഡെപ്ത് ചർച്ച നടത്തിയിട്ട് കാര്യമില്ല എന്ന് നമ്മളൊക്കെയും അഭിപ്രായപ്പെടുന്നുണ്ട്. നമുക്കങ്ങനെ അഭിപ്രായം ഉണ്ട് താനും. ഞാൻ ആദ്യമായിട്ട് പ്രിൻറ്റു മഹാദേവന് നല്ലൊരു കോംപ്ലിമെൻറ്റ് കൊടുക്കേണ്ടതുണ്ട്. കാരണം കുറേ കാലം കൂടിയാണ് വളരെ സൗമ്യതയോടെ അങ്ങേയറ്റം ബാലൻസ്ഡായിട്ട് രാഷ്ട്രീയം മാത്രം പറയുന്ന ഒരു BJPക്കാരനെ ഈ സ്ക്രീനിൽ കാണുന്നത്. അതുകൊണ്ട് കൺഗ്രാജുലേഷൻസ് പ്രിൻറ്റു മഹാദേവ്. പ്രിൻറ്റുവിനെ ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. പ്രിൻറ്റു പക്ഷെ ഒന്നും മറച്ചു വെച്ചിട്ടുമില്ല. പറയേണ്ട കാര്യം അത് പറയണല്ലേ, അത് പ്രിൻറ്റുവിൻ്റെ ജോലിയാ. അത് പറയണം, അത് രാഷ്ട്രീയമായിട്ട് പറയണം. അത് പറയുമ്പോൾ തന്നെ നമ്മൾ കൂടെയുള്ളവരോട് അങ്ങേയറ്റത്തെ മര്യാദ. ലാലിനോടൊക്കെ എന്ത് മര്യാദയ്ക്ക് അദ്ദേഹം സംസാരിച്ചത്, എന്ത് സൗമ്യതയോടുകൂടിയാണ്. അതുകൊണ്ട് പ്രിൻറ്റുവിൻ്റെ സുഹൃത്തുക്കൾ ഇത് ആരെങ്കിലും കേൾക്കുകയാണെങ്കിലും ഞാനിത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണിത് പറയുന്നത്. അത് കീപ്പ് ഇറ്റ് അപ്പ് പ്രിൻറ്റു. ഇത് മറ്റുള്ളവർക്ക് ഒരു പാഠമാവണം. പക്ഷേ പ്രിൻറ്റു പറഞ്ഞതിനോട് ഞാൻ അങ്ങേയറ്റം വിയോജിക്കുന്നു. ഒരു കാര്യത്തിൽ എനിക്ക് യോജിപ്പില്ല. അത് കാര്യം വേറെ. അത് നമുക്ക് സന്തോഷത്തോടു കൂടി നമുക്ക് ഷെയ്ക്കാൻ്റെ കൊടുത്ത് വേണമെങ്കിൽ ഒരു ചായയും കുടിച്ചിട്ട് മേശപ്പുറത്തിരുന്ന് സംസാരിക്കാവുന്നതാണ്. അതാണ് ജനാധിപത്യം. അതാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്നോർക്കണം. അത് ഈ സൗന്ദര്യം എന്നുള്ള വാക്ക് അങ്ങ് പ്രിൻറ്റു മഹാദേവ് ആദ്യമേ ഉപയോഗിച്ചു. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം പറയാറായിട്ടില്ല. ആ സൗന്ദര്യം തീർച്ചയായിട്ടും അത് ഇപ്പോൾ അനിൽ ബോസ് പറഞ്ഞുവല്ലോ, ഞങ്ങൾ തോറ്റാൽ തോക്കും, പ്രതിപക്ഷത്തിരിക്കുമെന്ന് പറഞ്ഞല്ലോ. അതുതന്നെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പ്രത്യേകതകൾ. അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം, സംശയമൊന്നുമില്ല. പക്ഷേ പ്രിൻറ്റുവിനെ ഞാനൊരു ഹീറോ ആക്കാൻ പോവാണ് കേട്ടോ. പ്രിൻറ്റു മഹാദേവ് മോദിയെക്കുറിച്ച് പറഞ്ഞത് താങ്കളുടെ രാഷ്ട്രീയമാണ്. 100 വർഷം തേക്കാൻ പോകുന്ന അങ്ങയുടെ രാഷ്ട്രീയമല്ലാത്ത സംഘടനയുണ്ടല്ലോ, ഒരാൾക്കും അംഗത്വം കൊടുക്കാത്ത സംഘടന. ആ സംഘടനയുടെ പ്രവർത്തനം അതും പ്രധാനമാണ്. ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. ഞാൻ കുറേ കാലമായിട്ട് എനിക്ക് രാഷ്ട്രീയത്തിൽ നല്ല പരിചയം, ആൾക്കാരുമായിട്ടൊക്കെ നേതാക്കന്മാരുമായിട്ടൊക്കെ നല്ല അടുപ്പവും പരിചയവും നമുക്കത് ഇഷ്ടമുള്ള കാര്യമാണ്. പലരുമായിട്ടും വ്യക്തിപരമായിട്ട് ഒത്തിരിയും ഡീപ്പ് റൂട്ടഡ് ബന്ധങ്ങളും ഒക്കെയുണ്ട്. ഞാൻ O. രാജഗോപാൽ, നിങ്ങളുടെയൊക്കെ വലിയ നേതാവ്, 2 തവണ കേരള നിയമസഭയിൽ അംഗമായ നേതാവ് O. രാജഗോപാലുമായിട്ട് ഒരു തവണ ദീർഘകാലമായിട്ട് എനിക്ക് അദ്ദേഹത്തോട് പരിചയമുണ്ട്. എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു. റെയിൽവേ മന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം കേരളത്തിന് റെയിൽവേക്ക് നൽകിയ ഒരു സേവനം തീർച്ചയായിട്ടും ഞാൻ കോഴിക്കോട്ട് റെയിൽവേയുടെ ഗസ്റ്റ് ഹൗസിൽ പോയി അദ്ദേഹത്തെ കണ്ട്, എൻ്റെ ഫോട്ടോഗ്രാഫർ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്ത്യ ടുഡേയിൽ വെച്ച് ഞാനൊരു ഗംഭീര സ്റ്റോറി എഴുതി. അത്രയ്ക്ക് വലിയ നേട്ടങ്ങളാണ്. അമൃത എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള വണ്ടികൾ ആ സമയത്താണ് രാജഗോപാൽ കേന്ദ്രമന്ത്രിയായിരുന്നപ്പോഴാണ് വന്നത്. അതിനു മുമ്പ് ഒരിക്കൽ അദ്ദേഹം എന്നോട് പറഞ്ഞത്,
അദ്ദേഹം ജനസംഘത്തിലായിരുന്നപ്പോൾ, ജനസംഘം പ്രവർത്തകനായിരുന്നപ്പോൾ ചെറുപ്പത്തിലെ പാലക്കാട്ട് അദ്ദേഹം ഒരു ദിവസം മഹാത്മാഗാന്ധി കൊല്ലപ്പെടുന്നു 1948. അതോടുകൂടി ജനസംഘത്തിൻ്റെ ഭാവി തന്നെ പ്രശ്നത്തിലായി. ഒ രാജഗോപാൽ എന്നോട് പറഞ്ഞത് ഞങ്ങൾക്ക് കേരളത്തിൽ പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. എത്ര കാലം പുറത്തിറങ്ങാതെ രാഷ്ട്രീയ അന്ന് അല്ലെങ്കിൽ തന്നെ ജനസംഘത്തിന് അന്ന് ഒരു വേരോട്ടവും ഉണ്ടായിരുന്നില്ല. പുറത്തിറങ്ങാനാവാതെ വിഷമിച്ച് ദുഃഖിച്ച് കഴിയേണ്ടി വന്ന ദിവസങ്ങൾ. അന്ന് ഒരു ഹിന്ദു തീവ്രവാദി മഹാത്മാഗാന്ധിയെ കൊന്ന ദിവസം, കൊന്നതിനെ തുടർന്നുള്ള സംഭവവികാസങ്ങൾ. അത് ഞാൻ ഒന്ന് സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മഹാത്മാഗാന്ധി അപ്പോൾ അന്നൊക്കെ എല്ലാവർക്കും അറിയായിരുന്നു അല്ലേ? ഞാനതാ പറയാൻ വരുന്നേ, അതും കൂടെ പറയണം. അതുകൂടെ പറഞ്ഞെങ്കിലേ നരേന്ദ്രമോദിയെക്കുറിച്ച് പ്രിൻ്റു പറഞ്ഞതിന് നമുക്കൊരു മറുപടി വേണമല്ലോ, കേരളത്തിനൊരു മറുപടി വേണമല്ലോ പ്രിൻ്റു. ആ മറുപടിയിലേക്കാണ് ഞാൻ വരുന്നത്. അതിന് അന്ന് മഹാത്മാഗാന്ധി മരിക്കുന്ന നിമിഷങ്ങളിൽ പറഞ്ഞത് ഹരേ റാം എന്ന മന്ത്രമാണ് എന്നാണ് അദ്ദേഹം ഉരുവിട്ടത്. ആ രാമഭക്തനെയാണ് ഇവിടുത്തെ ഇന്ത്യയിലെ രാമഭക്തർ കൊലപ്പെടുത്തിയത്, വെടിവെച്ച് കൊന്നത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ആ മഹാത്മാഗാന്ധിയെയാണ് അറ്റൻബറോ ഗാന്ധി സിനിമ അതിനുശേഷമാണ് ലോകം അറിഞ്ഞത്. ഞാനൊരു കഥയോടെ പറയട്ടെ. ഗാന്ധിയെക്കുറിച്ച് നമ്മളിങ്ങനെ ഇപ്പോഴാണ് വായിച്ചു തുടങ്ങി. കുറച്ചും കൂടെ ഇൻഡെപ്തായിട്ട് ഗാന്ധിയെക്കുറിച്ച് വായിക്കാനൊരു അവസരം കൂടി കിട്ടി. 1930 ടൈം മാസിക 1930 എത്രയോ വർഷം മുമ്പ് ടൈം മാസിക ഗാന്ധിജിയുടെ കവർ ചിത്രം പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ തലക്കെട്ട് സെയിൻറ്റ് ഗാന്ധി, വിശുദ്ധ ഗാന്ധി എന്നായിരുന്നു, വിശുദ്ധനായ ഗാന്ധി എന്നായിരുന്നു. 1930 ടൈം മാസികയുടെ, പിന്നീട് 1932 ടൈം മാസിക വീണ്ടും കൊടുത്തു ദ മാൻ ഓഫ് ദി ഇയർ, ഈ വർഷത്തെ ആളെന്ന നിലയ്ക്ക്. വീണ്ടും 1947 ജൂൺ ജൂലൈ ആ മാസങ്ങളിൽ വീണ്ടും ഒരു കവർ സ്റ്റോറി കൊടുത്തു. കാരണം ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നെടുക്കുന്ന സമയത്ത് ഗാന്ധിജിയെക്കുറിച്ചൊരു കവർ സ്റ്റോറി വീണ്ടും കൊടുത്തു. അങ്ങനെ ടൈം മാസികയിൽ 3 തവണ കവർ ചിത്രമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആ മഹാത്മാഗാന്ധിയെ അറിയാത്ത ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രിൻ്റു ഒട്ടും നാണിക്കണ്ട. പക്ഷെ ഞങ്ങൾക്ക് നാണമുണ്ട്, ഞങ്ങൾക്ക് പ്രയാസമുണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിലും. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഗാന്ധിജിയെക്കുറിച്ചാണ്. അന്ന് ഇർവിങ് പ്രഭു ആണെന്ന് തോന്നുന്നു. ഇർവിങ് പ്രഭു അത് ഈയിടെ പുറത്ത് വന്നൊരു കാര്യമാണ്. ഇർവിങ് പ്രഭു ഇന്ത്യൻ ഗവർണർ ജനറലായിരുന്ന ഇർവിങ് പ്രഭു അന്ന് ഹിറ്റ്ലറും ജർമ്മനിയുമായിട്ടൊക്കെ നല്ല ബന്ധമായിരുന്നു. പിന്നീടാണ് യുദ്ധമൊക്കെ ആയിട്ട് രണ്ടാം ലോകമായ യുദ്ധം, അതിന് മുമ്പായിരുന്നു. അന്ന് ഇർവിങ് പ്രഭു ഈ ഗാന്ധിജി വലിയ ശല്യമാണ്, വലിയ പ്രശ്നമാണ്, ഞങ്ങളെ അവിടെ ഭരിക്കാൻ സമ്മതിക്കില്ല, ഇന്ത്യ ഭരിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പരാതി പറഞ്ഞപ്പോൾ ഹിറ്റ്ലർ പറഞ്ഞു ഷൂട്ട് ഹിം, കൊന്നുകളയാ, വെടിവെച്ച് കൊന്നേ, ഒറ്റ ബുള്ളറ്റിന് ചിലവല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം, ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വം, ലോകം മുഴുക്കുകയും കീഴടക്കിയിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വം മഹാത്മാഗാന്ധിയുടെ നേർക്ക് നിറയൊഴിക്കാൻ ധൈര്യം കാണിച്ചില്ല പ്രിൻ്റു. ആ ധൈര്യം കാണിച്ചതൊരു ഇന്ത്യക്കാരനാണ്, ഒരു ഹിന്ദു തീവ്രവാദിയാണ്. ഓർക്കണം, അതൊന്നും മറക്കരുത്. പ്രിൻ്റു ഇപ്പോൾ പറഞ്ഞത് 100 വർഷം ആഘോഷിക്കാൻ പോകുന്ന നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ആ സംഘടനയെക്കുറിച്ചാണ്. ആ സംഘടനയുടെ മേൽ തട്ടിൽ നിന്നുകൊണ്ടാണ് നരേന്ദ്രമോദി ഈ രാജ്യം ഭരിക്കുന്നത് എന്നാണ്. ഈ മഹാത്മാഗാന്ധിയെ ഇപ്പോൾ ചർച്ചയാക്കിയത് ഏത് വഴിക്കാണെന്നുള്ളത് ഞാൻ വീണ്ടും പറയണ്ടല്ലോ. അങ്ങനെയുള്ള നമ്മുടെ പ്രധാനമന്ത്രിയാണ്, നമ്മുടെ രാഷ്ട്രപിതാവിനെ വീണ്ടും ഈ രീതിയിൽ ചർച്ചയ്ക്കാക്കിയ നമ്മുടെ പ്രധാനമന്ത്രിയാണ് വീണ്ടും അധികാരത്തിലേക്ക് എത്താൻ പോകുന്നു എന്ന് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരു 1 മിനിറ്റ് ഇപ്പോൾ തരാനുള്ളൂ, അതിൽ താങ്കളുടെ പ്രതികരണം. അല്ല, ഇതിനകത്ത് നരേന്ദ്രമോദി ഗാന്ധിജിയെക്കുറിച്ച്
പറഞ്ഞ കാര്യങ്ങളെ കൃത്യമായി വളച്ചൊടിക്കുകയാണ് സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് മോദിജിയുടെ വാക്കുകളെ കൃത്യമായി വളച്ചൊടിക്കുന്നു. മോദിജി ആ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് നിങ്ങളൊന്ന്, ഇപ്പം ജേക്കബ് സാർ ആയിക്കോട്ടെ, സമ്പത്ത് സാർ ആയിക്കോട്ടെ, ലാൽ സാർ ആയിക്കോട്ടെ, നിങ്ങൾ അതിൻ്റെ ഓഡിയോ ക്ലിപ്പും ഉണ്ട്, നിങ്ങളത് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കണം. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ ആഗോള ബ്രാൻഡാക്കിക്കൊണ്ട് നെഹ്റുവിനെ ഉയർത്തിയപ്പോൾ സ്വാഭാവികമായിട്ട് മഹാത്മാഗാന്ധിക്ക് അർഹമായിട്ടുള്ള അംഗീകാരം കിട്ടിയില്ല എന്നുള്ള കാര്യത്തെയാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെ ഗാന്ധിജി അറിയാത്ത പ്രധാനമന്ത്രിയാണ് എന്ന് പറഞ്ഞ രീതിയിലേക്ക് ഒരു വ്യാഖ്യാനം നടത്തിക്കൊണ്ട് അദ്ദേഹം ഈ സംവരണവുമായി ബന്ധപ്പെട്ട് പട്ടികവർഗത്തിൽപ്പെട്ട ആളുകളുടെ സംവരണം എടുത്ത് പ്രത്യേകമായി ഒരു മതത്തിന് കൊടുക്കുന്ന സാഹചര്യം ആ സാഹചര്യം അംഗീകരിച്ചില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ റിച്ചാർഡ് ആറ്റൻബറോയുടെ സിനിമ വന്നതിന് ശേഷമാണ് ലോകം ഗാന്ധിജിയെ അറിഞ്ഞത് എന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത്? അത് താങ്കളുടെ ഒരു വല്ലാത്ത വ്യാഖ്യാനമായിപ്പോയി. അതിനകത്ത് നിങ്ങൾ വസ്തുതാപരമായിട്ട് സാർ നിങ്ങളൊന്ന് പരിശോധിക്കണം. കൃത്യമായിട്ട് ഗാന്ധി സിനിമ വന്നതിന് ശേഷം ആ സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ള ആഗോള തലത്തിൽ കിട്ടിയിട്ടുള്ള ഒരു സ്വീകാര്യതയുണ്ട്. ആ സ്വീകാര്യതയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ അദ്ദേഹത്തിന്റെ ഗാന്ധി സിനിമയുടെ സ്വീകാര്യതയെക്കുറിച്ച് പറയാനാണോ മഹാത്മാഗാന്ധിയെ അറിഞ്ഞത് ലോകം ഇതിനു ശേഷമാണെന്ന് പറഞ്ഞത്? എനിക്കത് മനസ്സിലാകുന്നില്ല. ഡോക്ടർ സമ്പത്ത്, ഇപ്പോൾ പ്രിന്റു പറഞ്ഞതനുസരിച്ചാണെങ്കിൽ മൂന്നാം ഘട്ടത്തിലും നരേന്ദ്രമോദി തന്നെ രാജ്യത്തേക്ക് എത്തും എന്നാണ്. അങ്ങനെ ഒരു പ്രധാനമന്ത്രി വരുമ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞു കേട്ട ആ രീതിയിൽ രാജ്യത്തോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് വീണ്ടും വരാൻ പോകുന്നത്. ഇവിടെ വിഷയം ആര് പ്രധാനമന്ത്രി എന്നുള്ളതിനല്ല, ഇവിടെ ഒരു ഗവൺമെൻറ്റിൻ്റെ നയങ്ങളാണ്, ആ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്ന പാർട്ടി എടുക്കുന്ന നിലപാടുകളാണ്, ഇന്ത്യൻ ഭരണഘടനയോട് കാണിക്കുന്ന വിധേയത്വമാണ്. ആ രാഷ്ട്രീയ പാർട്ടിയെ മുമ്പ് തിരശ്ശീലയ്ക്ക് പുറകിൽ നിന്ന് നിയന്ത്രിച്ചിരുന്നതായ ഒരു സർക്കാരിതര സംഘടന വിത്തിൻ ഇൻവേർട്ടഡ് കോമേഴ്സ്, അത് ഏത് എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. പ്രിന്റുവിൻ്റെ വാക്കുകളിൽ നിന്ന് കൂടുതൽ വ്യക്തമായി വരികയാണ്. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, മഹാത്മാഗാന്ധിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു കാര്യം, ഈ ഭൂമിയിൽ മനുഷ്യരുള്ളിടത്തോളം കാലം മഹാത്മാഗാന്ധിയെക്കുറിച്ച് പഠിക്കും, ഗവേഷണം നടത്തും, അതിനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യും. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന കരുത്തിനേക്കാൾ പരസഹസ്രം കരുത്തോടു കൂടിയായിരിക്കും രക്തസാക്ഷിത്വം വരിച്ച മഹാത്മജി എന്ന കാര്യം മറന്നു പോകരുത്. ലോകത്തിലെ 161 രാഷ്ട്രങ്ങളാണ് പലപ്പോഴായി ഗാന്ധിജിയുടെ ചിത്രമാലേഖനം ചെയ്തുകൊണ്ടുള്ള തപാൽ സ്റ്റാമ്പുകൾ പുറപ്പെടുവിച്ചത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അവരുടെ വിശ്വവിഖ്യാതമായ സ്റ്റാമ്പിൽ അദ്ദേഹത്തിൻ്റെ ചിത്രവും കൊടുത്തിട്ട് അവിടെ തലക്കെട്ടായി രേഖപ്പെടുത്തിയത്, താഴെയല്ല, ദി ചാമ്പ്യൻ ഓഫ് ലിബർട്ടി എന്നാണ് രേഖപ്പെടുത്തിയത്. സോവിയറ്റ് യൂണിയൻ നിലവിലുണ്ടായിരുന്ന കാലത്ത് സോവിയറ്റ് യൂണിയൻ 12 തവണയാണ് മഹാത്മജിയുടെ ചിത്രം ആലേഖനം ചെയ്തുള്ള തപാൽ സ്റ്റാമ്പുകൾ പുറപ്പെടുവിച്ചത്. ചൈന മഹാത്മജിയുടെ ചിത്രം ആലേഖനം ചെയ്തുകൊണ്ട് 8 or 9 തവണയാണ് മഹാത്മാഗാന്ധിയുടെ ചിത്രം ആലേഖനം ചെയ്തുകൊണ്ടുള്ള ആ തപാൽ സ്റ്റാമ്പുകൾ വന്നത്. 1958 ഇന്ത്യ സന്ദർശിച്ച ഹോച്ചിമിൻ അദ്ദേഹം പറഞ്ഞൊരു വാചകം ഉദ്ധരിച്ചുകൊണ്ട് എൻ്റെ ഈ വർത്തമാനം ഈ ചർച്ചയിൽ ഞാൻ നിർത്താം. ഞങ്ങളൊക്കെ വിപ്ലവകാരികളായിരിക്കാം, പക്ഷേ ഞങ്ങളെല്ലാവരും ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ മഹാത്മാഗാന്ധിയുടെ ശിഷ്യന്മാരാണ്. അതിനേക്കാൾ വലുതുമല്ല, അതിനേക്കാൾ ചെറുതുമല്ല. അദ്ദേഹം പറഞ്ഞ വാചകമാണ്. ഈ ലോകത്ത് ഇതുപോലൊരു മനുഷ്യൻ, ഇതുപോലൊരു നേതാവ്, അദ്ദേഹത്തോട് രാഷ്ട്രീയമായ വിയോജിപ്പ് അത്തരത്തിലുള്ള കാര്യങ്ങൾ പലപ്പോഴും ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷവും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട് ചില കാര്യങ്ങളിൽ വിയോജിപ്പുള്ളവരും അത് ചരിത്രം പഠിക്കുന്നവർക്ക് ഉണ്ടാവാം. ആ കാലത്ത് അദ്ദേഹം എടുത്ത നിലപാടുകളെ സംബന്ധിച്ചെല്ലാം എന്തിന് ജീവിച്ചിരുന്ന കാലത്ത് ഡോക്ടർ അംബേദ്കറുമായി പല കാര്യങ്ങളിലും അദ്ദേഹത്തിനുള്ള വിയോജിപ്പും സംവാദങ്ങളും ഒക്കെയുണ്ട്. രാഷ്ട്രീയ നീതിയും സാമ്പത്തിക നീതിയും അത്തരം കാര്യങ്ങൾ, സാമൂഹ്യ നീതിയുടെ പ്രസക്തിയെ സംബന്ധിച്ചുമെല്ലാമുള്ള കാര്യങ്ങളിൽ ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിൽ നടന്ന ഒരു കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ച എന്നത് 2 സൂര്യന്മാരുടേതായ സംവാദമായി മാറിയതും തൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കറയുടെ ഒരു ഭാഗം അദ്ദേഹത്തിന് അങ്ങനെ തുടച്ചു മാറ്റാൻ കഴിഞ്ഞതും ശിവഗിരി കുന്നുകളിലെ ആ വിശ്വവിഖ്യാതമായ ആ സന്ദർശനവും ആ ചർച്ചയും അവർ തമ്മിൽ നടത്തിയതായിട്ടുള്ള ആശയങ്ങളുടെ കൈമാറ്റവുമായിരുന്നു. കേരളം ഇന്ത്യക്ക് മാതൃക കാണിച്ചതിൽ ഒന്നുകൂടിയായി ഞാനതിനെ കാണുകയാണ്. യെസ്, അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഒരുപക്ഷെ കോൺഗ്രസ് ആ മഹാത്മാഗാന്ധിയെ വേണ്ട രീതിയിൽ പരിഗണിക്കാത്തത് കൊണ്ട് അതിനുകൂടി ആണ് നരേന്ദ്രമോദി മെനക്കെട്ടത്. അതിനി തുടരാനാണ് നമുക്ക് ഭാഗ്യമുണ്ടാകുക എന്നാണ് പ്രിന്റ് പറയുന്നത്. അത് പ്രധാനമന്ത്രി അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല. വിദേശ രാജ്യത്ത് പോയി മോഹൻലാൽ കരംചന്ദ് ഗാന്ധി എന്ന് പറഞ്ഞ് പ്രസംഗിച്ച ഒരാളുടെ വായിൽ നിന്നും ഇതിനപ്പുറം വേറൊന്നും പറയാനില്ല. നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ പേര് പോലും പറയാനറിയാത്ത ഒരാൾ, അല്ലെങ്കിൽ പറഞ്ഞ് പറ്റിയിട്ട് അതൊരു ഖേദപ്രകടനം പോലും നടത്താത്ത ഒരാൾ,
അപ്പോൾ അത്തരം ആളുകൾ ഇത് പറയും, ഇതിനപ്പുറവും പറയും. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത വലിയ ഒരു മഹത്വമുള്ള വ്യക്തിത്വമാണ്. നമ്മുടെ രാഷ്ട്രം എല്ലാ കാലത്തും കടപ്പെട്ടിരിക്കുന്നതാണ്. അതിന് പ്രത്യേകിച്ച് നെറ്റിയിൽ എഴുതി ഒട്ടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഈ നാടിൻ്റെ എന്താ പറയുക സംസ്കൃതിയിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. അതിന് 1 അല്ല 10 അല്ല 100 തലമുറ കഴിഞ്ഞാലും ഇന്നും ഈ പറയുന്ന സംഘപരിവാർ രാഷ്ട്രീയക്കാർ 10 വർഷം അധികാരത്തിലിരുന്നു, 13 ദിവസം ഭരിച്ച സമയമുണ്ട്, 13 മാസം ഭരിച്ച സമയമുണ്ട്. ഇങ്ങനെ പല ഘട്ടങ്ങളിൽ ഇവർക്ക് അവസരം കിട്ടിയിട്ടുണ്ടല്ലോ. ഈ അവസരം കിട്ടിയ കാലത്തൊക്കെ വേട്ടയാടിയിട്ടും വീണ്ടും വീണ്ടും കൂടുതൽ ഊർജ്ജസ്വലമായി ഗാന്ധിജി ഉയർന്നു വരുന്നുവെങ്കിൽ ഇന്നും ഗാന്ധിജിയുടെ കണ്ണടയെപ്പോലും ഇവർക്ക് ഭയമാണ്, ഗാന്ധിജിയുടെ ചിന്തകളെപ്പോലും ഇവർക്ക് ഭയമാണ്. അപ്പോൾ ആ ഭയത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു വികാരമാണ്. ഇനി ഗാന്ധിജിയെ ഇനി കോൺഗ്രസ്സുകാർ ഓർത്തില്ല, കോൺഗ്രസ്സുകാർ ആദരിച്ചില്ല, ഒരു കാര്യം ചെയ്യും, ഇതാരാ കൊന്നത്? ഗാന്ധിജിയെ കൊല ചെയ്താരാ? ഇവിടെ പറഞ്ഞല്ലോ 100 വർഷത്തെ ഞങ്ങളുടെ ആശയത്തിൻ്റെ ആഘോഷമാണ് നടക്കാൻ പോകുന്നത്. ഈ രാജ്യത്തിന് ഇത്രയും നന്മ ചെയ്ത ഒരു മനുഷ്യനെ കൊന്നതിന് മാപ്പ് പറയാൻ പ്രധാനമന്ത്രി തയ്യാറുണ്ടോ? ആ കൊന്ന രാഷ്ട്രീയക്കാരെ തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ? ഗോഡ്സേക്ക് അമ്പലം പണിയാൻ പോകുന്ന നിങ്ങളോടാണ് എൻ്റെ ചോദ്യം. BJP-കാരായിട്ടുള്ള സംഘപരിവാറുകാരായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ആശയാടിത്തറയിൽ ആരാണോ അവരൊക്കെ അവർ മാപ്പ് പറയാൻ തയ്യാറുണ്ടോ? ഈ രാജ്യത്തിൻ്റെ സർവവുമായിരുന്ന ഈ രാജ്യത്തിൻ്റെ സർവസ്വമായിരുന്ന മഹാത്മാഗാന്ധിയെ കൊന്ന് എന്താ പരസ്പര വിരുദ്ധമായ കാര്യം പറയുന്നതിന് എന്താ കുഴപ്പം? ഗാന്ധിജിയെ അറുങ്കൊല ചെയ്ത ഗോഡ്സേക്ക് അമ്പലം പണിയാൻ നടക്കുന്നവരോടാണ് എന്റെ ചോദ്യം. അത് വളരെ കൃത്യമാണ്. ഗോഡ്സെയാണ് കൊന്നത്. ആ ഗോഡ്സെയാണ് കൊന്നത്. ഹിന്ദു പരിവാറുകാരൻ സംഘി എന്ന് വിളിക്കാൻ കഴിയുന്ന സംഘപരിവാറുകാരനാണ് ഗോഡ്സെ. ആ കൊന്ന ഗോഡ്സെ അമ്പലം പണിയാൻ നടക്കുന്ന ആളുകളെയാണ് ഞാൻ വിമർശിക്കുന്നത്. താങ്കൾക്ക് തോന്നോ? താങ്കൾ ഗോഡ്സെയുടെ ആളാണോ? അംഗീകരിക്കുന്നുണ്ടോ? ഗാന്ധിജിയെ കൊന്ന ഗോഡ്സെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? സംഘപരിവാറൊക്കെ പറയാം. താങ്കളോട് ചോദിക്കുന്നു, ഗോഡ്സെ താങ്കൾ താങ്കളാണ് ഇവിടെ പറഞ്ഞത്. ഈ ചർച്ചയിൽ ഞങ്ങൾ ഉയർത്തുന്ന ആശയം എന്ന് താങ്കളാണ് പറഞ്ഞത്. നിങ്ങൾ ഉയർത്തുന്ന ആശയം 100 വർഷമാണെന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ അത് ഗോഡ്സെയുടെ രാഷ്ട്രീയമാണ്, ഗാന്ധിജിയെ കൊന്ന ഘാതകരുടെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ ഞങ്ങൾ എതിർക്കും. ആ ആളുകൾ ഇന്ന് വന്നിട്ട് പറയാം ഗാന്ധി ഓർക്കണം, ജീവിച്ചിരുന്ന ഗാന്ധിയെ, ഈ ഒരു നാട് സൃഷ്ടിച്ചെടുത്ത ഗാന്ധി അറുങ്കൊല ചെയ്ത ആളുകൾ വന്നിട്ട് പറയാണ് ഗാന്ധിജി ആദരിക്കുന്നില്ല കോൺഗ്രസ് എന്ന് പോലും. മറുപടി ജേക്കബ് ജോർജിലേക്ക് പോവുകയാണ്. ജേക്കബ് ജോർജ്, എന്തായാലും താങ്കൾ പ്രിന്റു മഹാദേവനെ തുടക്കത്തിൽ ആദരിച്ചത് ഇപ്പോൾ അദ്ദേഹം ഏറ്റവും അവസാനം BJP-യുടെ ഓഫീസിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ആദ്യത്തെ ആ ഒരു പെർഫോമൻസ് രീതി അനുസരിച്ച്. ഇപ്പോൾ അദ്ദേഹത്തിന് അത് മാറി കിട്ടിയിട്ടുണ്ടാകും. ലാലെ ഒന്നുകിൽ ഗോഡ്സെ ഇവർ തള്ളി പറയണം, എന്നിട്ട് ഗാന്ധിജിയെ നന്മ വാഴ്ത്താൻ പറയണം. ശരി. ഗാന്ധിജിയെ കൊന്നതിന് ശേഷം അറുങ്കൊല ചെയ്തതിന് ശേഷം ആ രാഷ്ട്രീയം ഉയർത്തുന്നവർ വന്നിരുന്നിട്ട് കോൺഗ്രസിന്റെ പുറത്തു കയറാൻ വരരുത്. അതാണ് ഞാൻ പറഞ്ഞത്. ശരി. ശ്രീ ജേക്കബ് ജോർജ്, എന്തായാലും ഈ ഒരു എക്സിറ്റ് പോൾ ഫലം വന്നപ്പോൾ തന്നെ 3ാം ഘട്ടത്തിലേക്ക് പോകുന്നു എന്നൊരു തോന്നൽ വന്നപ്പോൾ തന്നെ സംഘപരിവാർ, അല്ലെങ്കിൽ സംഘപരിവാർ എന്ന് പറഞ്ഞില്ല, RSS എന്ന വാക്കാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ആ ഒരു പ്രത്യയശാസ്ത്രമാണ് ഞങ്ങൾ കൊണ്ടു നടക്കുന്നത്, അതിൻ്റെ 100ാം വർഷമാണ് എന്ന് അദ്ദേഹം ഇവിടെ പറയുകയും ചെയ്തു. ഇത്രയ്ക്ക് ധൈര്യമുണ്ടായിരിക്കുന്നു. എങ്ങോട്ടേക്കാണ് ഒരു പക്ഷേ ഈ സർവേ ഫലം വന്നാൽ രാജ്യത്തിൻ്റെ പ്രത്യയശാസ്ത്രം പോകാൻ പോകുന്നത്? മഹാത്മാഗാന്ധിയുടെ ചിന്തകളിൽ നിന്നൊക്കെ എവിടേക്ക് പോകാൻ പോകുന്നു? അല്ല, ചുരുക്കി പാർലമെൻറ്റിലെ മഹാത്മാഗാന്ധിയുടെ ചിത്രം ഇന്ത്യൻ രാഷ്ട്രപിതാവിൻ്റെ ചിത്രത്തിന് നേരെ അഭിമുഖമായിട്ടാണ് അവരുടെ ആരാധ്യ പുരുഷൻ്റെ പടം വെച്ചത്. BJP ഭരണത്തിൽ അത് തുടക്കം മാത്രമായിരുന്നു. ഇന്നിപ്പോൾ നരേന്ദ്രമോദി പറയുന്നത് മഹാത്മാഗാന്ധിയെ ആദരിച്ചുകൊണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട പ്രിന്റു മഹാദേവ് പറയുമ്പോൾ അദ്ദേഹം ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടി ജീവൻ കളഞ്ഞയാളാണ് മഹാത്മാഗാന്ധി. അങ്ങയുടെ നേതാവ്, നിങ്ങളുടെ നേതാവ്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന അജണ്ടയായിട്ട് ഉപയോഗിച്ചത് മുസ്ലിം വിരോധമല്ലേ? മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചതല്ലേ? ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടവരാണ്, അവർക്ക് യാതൊരു അംഗീകാരം കൊടുക്കേണ്ടതില്ല എന്ന് ഉറക്കെ പറഞ്ഞയാളല്ലേ? പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞയാളല്ലേ? എങ്ങനെ ഇന്ത്യ മഹാരാജ്യത്തെ മഹാത്മാഗാന്ധി കണ്ടതുപോലെയുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി നിങ്ങളുടെ നേതാവിനെ കാണാൻ കഴിയും എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ് പ്രിന്റു. എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ തന്നെ വരുന്ന ചർച്ച രാജ്യത്ത് നമ്മുടെ രാഷ്ട്രപിതാവ് ഉയർത്തിയ ചിന്തകൾക്ക്
എത്രമാത്രം സ്ഥാനം ഇനിയുള്ള രാജ്യത്തുണ്ടാകും, നമ്മുടെ രാജ്യത്തുണ്ടാകും എന്നത് തന്നെയാണ്. അതാണ് ഈ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ചർച്ചയിലേക്ക് പോയത് കൊണ്ട് തന്നെ സർവേ ഫലങ്ങളുടെ പ്രാധാന്യം വല്ലാതെ കുറഞ്ഞു പോയിട്ടുണ്ട്. അത് എക്സിറ്റ് പോൾ ഫലങ്ങൾ കേരളത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് തന്നെ നമുക്കൊക്കെ തോന്നുകയുണ്ടായിട്ടുണ്ട്. വളരെ നന്ദി ഈ ചർച്ചയിൽ ചേർന്നതിന്. യഥാർത്ഥ ഫലം വരുമ്പോൾ നമുക്ക് കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കാം. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ഡോക്ടർ സമ്പത്ത്, അഡ്വക്കേറ്റ് അനിൽ ബോസ്, പ്രിൻറ്റു മഹാദേവ്, ജേക്കബ് ജോർജ്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.